أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ നാട്ടുകാരെ, സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാനോട് ഈ സമയം ഇവിടെ പങ്കെടുക്കുവാനും അതുപോലെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുമുള്ള തൗഫീഖ് ലഭിച്ചതിന്റെ പേരിൽ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമയം നമുക്ക് അനുകൂലമാക്കിയ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ, കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർ സാൽവേഷനുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നതുകൊണ്ട് ഒരല്പസമയം കൂടി കഴിയട്ടെ, ഈ തിരക്കൊന്ന് അവസാനിക്കട്ടെ, എന്നിട്ട് കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റിവെച്ചു. ആ രൂപത്തിൽ അത് മാറ്റിവെക്കപ്പെട്ടപ്പോ നമ്മുടെ നാട്ടിലെ മടവൂരുകൾ എന്നറിയപ്പെടുന്ന വിഭാഗം വിചാരിച്ചത് ഏതായാലും മറുപക്ഷത്തിന് മറുപടിയില്ല, അതുകൊണ്ട് നമുക്ക് സെൽഫ് ഗോൾ അടിക്കാം. അങ്ങനെ നാടിന്റെ മുക്കുമൂലകളിൽ കോർത്ത് കെട്ടി അവർ തന്നെ ഗോളടിക്കാൻ തുടങ്ങി. സാൽവേഷന്റെ തിരക്കൊഴിഞ്ഞപ്പോ മുജാഹിദ് പ്രവർത്തകർ രംഗത്ത് വരുമ്പോ കാണുന്ന കാഴ്ച,
ഒരു കുട്ട നിറയെ അല്ലെങ്കിൽ ഒരു വട്ടി നിറയെ അല്ലെങ്കിൽ ഒരു സഞ്ചി നിറയെ സീഡികളുമായി നടന്നു നീങ്ങുന്ന മടവൂരി കുട്ടികളെയാണ്. മുജാഹിദ് പ്രവർത്തകരെ കണ്ടപ്പോ തന്റെ കയ്യിലുള്ള കുട്ടയിൽ നിന്ന്, വട്ടിയിൽ നിന്ന്, സഞ്ചിയിൽ നിന്ന് ഒരു സീഡി എടുത്ത് ഇങ്ങനെ പ്ലാഞ്ചി മടവൂരികൾ കാണിക്കും. എന്താണല്ലോ ഈ സീഡി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ജിന്ന്, സിഹ്ർ, ഇസ്ലാഹി പ്രസ്ഥാനം എന്നതാണ്. എന്താണ് ഇതിനകത്തുള്ളത്? അത് നിങ്ങൾക്കുള്ള മരുന്നാണ്, നിങ്ങളെ നശിപ്പിക്കാനുള്ള പ്രയോഗങ്ങളാണെന്നൊക്കെയാണ്. അങ്ങനെ അഭിമാനപൂർവം ആ സീഡി കേരളത്തിന് മുന്നിൽ മടവൂരികൾ സമർപ്പിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് തോന്നി ഇത് മടവൂരികളെ പഠിപ്പിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം പിശാചും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പിശാചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അതിന്റെ ആചാര്യന്മാരും മടവൂരികളാണെന്നതുകൊണ്ട് ഈ മടവൂരികളെ പിടിച്ചു കെട്ടണം എന്ന് തന്നെ മുജാഹിദ് പ്രസ്ഥാനം തീരുമാനിച്ചു. അങ്ങനെ ഒന്ന് രണ്ട് വിശദീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങിങ്ങായി നടന്നു. നല്ലളത്ത്, പുളിക്കൽ, എടവണ്ണ, അതുപോലെ തന്നെ പാലത്ത് തുടങ്ങി വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണം നടത്തി കഴിഞ്ഞപ്പോ ഏതാണ്ട് ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊരു നോട്ടീസാണ്. ഈ നോട്ടീസ് ഇറങ്ങിയത് ദഅവാ വിങ് ISM എടവണ്ണ ശാഖ എന്ന ടൈറ്റിലാണ്. പലപ്പോഴും സ്വന്തം പേരില്ലാത്തത് കൊണ്ട് അപ്പുറത്താളുടെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് മടവൂരികൾ എന്നതുകൊണ്ട് ISM എന്ന് കേൾക്കുമ്പോ മുജാഹിദ് പ്രവർത്തകർ സ്വീകരിച്ച നാമമായതുകൊണ്ട് അത് ഒറിജിനൽ മുജാഹിദാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നേരെ മറിച്ച് പേരില്ലാത്തത് കൊണ്ട് തൽക്കാലം അപ്പുറത്തവന്റെ പേര് സ്വീകരിക്കാമെന്ന നയം സ്വീകരിച്ചത് കൊണ്ട് ആ പേരിൽ ഈ നോട്ടീസ് ഇറക്കിയെന്ന് മാത്രം. ഇത് മടവൂരികൾ അവിടെ നടത്തിയ മറുപടി പ്രസംഗത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം അബ്ദുറഹ്മാൻ സലഫിയും ഈ ഉള്ളവനും മറുപടി സംഘടിപ്പിക്കുവാൻ വേണ്ടി പറയുവാൻ വേണ്ടിയിട്ട് സ്റ്റേജ് കെട്ടിയ സമയത്ത് പുറത്തിറക്കിയ നോട്ടീസാണ്. പക്ഷെ ഈ നോട്ടീസ് മടവൂരികൾ നേരിൽ തന്നതല്ല, നേരിൽ വിതരണം ചെയ്തതല്ല. നേരെ മറിച്ച് രാവിലെ പത്രക്കെട്ട് വന്നപ്പോൾ മടവൂരി കുട്ടികൾ 2 മണിക്കും 2:30 മണിക്കും ഉറക്കമഴിച്ചിരുന്ന് പത്രക്കെട്ടിന്റെ ഉള്ളിൽ ഈ നോട്ടീസ് കയറ്റി എല്ലാ ഇടവണ്ണയിലെ വീടുകളിലും എത്തിച്ചതാണ്. ഞാനിത് സൂചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു സമയത്ത് കയ്യിൽ ഒരു സീഡി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാഞ്ചി ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയുമായി മുജാഹിദുകളുടെ നേരെ വളരെയധികം പരിഹാസപൂർവം കടന്നു വന്ന മടവൂരി കുട്ടികൾക്ക് ഇപ്പോൾ ജിന്ന്, സിഹ്ർ, പിശാച് ബാധ എന്നെഴുതിയ ഒരു നോട്ടീസ് കയ്യിൽ വെച്ച് വിതരണം ചെയ്യാൻ പോലും ഗഡ്സില്ലാത്ത വിധം അധപ്പതിച്ചു പോയി എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച. എങ്കിൽ ജിന്ന്, സിഹ്ർ, പിശാച് ബാധ എന്ന നോട്ടൊക്കെ അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ വെച്ച് വലിയൊരു പ്രസംഗം സംഘടിപ്പിച്ചിട്ട് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ പ്രായം ചെന്ന പണ്ഡിതന്മാരെ തെറിവിളിക്കുക, ചീത്ത വിളിക്കുക, അതൊരു ഹോബിയാണ്. നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാരും മൊല്ലമാരും ഒക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് മുസ്ലിയാക്കന്മാരെയും മൊല്ലമാരെയൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ആ മുസ്ലിയാക്കന്മാരും മൊല്ലമാരും ഒക്കെ സ്റ്റേജ് കെട്ടിയിട്ട് തലമുതിർന്ന കാരണവന്മാരെ പച്ചയായി തെറിവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ആദ്യം തന്നെ ഞാൻ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇനി ബാക്കിയുള്ള പ്രഭാഷണത്തിൽ ചില ആളുകളുടെ പേരുകൾ എനിക്ക് പറയേണ്ടി വരും. ബഹുമാന്യരായ അഭിവന്ദ്യരായ ചില പണ്ഡിതന്മാരുടെ പേരുകൾ ഞാൻ ഉദ്ധരിക്കും. ആ പേരുകൾ ഞാൻ ഉദ്ധരിക്കുമ്പോ ചില ആളുകൾ കുറച്ചു സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ മുതൽ ഒരു പ്രചരണം തുടങ്ങും. തലമുതിർന്ന പണ്ഡിതന്മാരെ ചീത്ത വിളിക്കുകയാണ്, തെറിവിളിക്കുകയാണ്, വിമർശിക്കുകയാണ്. എന്നാൽ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഒരിക്കലും ഇവിടെ നിന്ന് ആരെയും തെറിവിളിക്കില്ല, ഒരിക്കലും ഇവിടെ നിന്ന് ആരെയും ചീത്ത വിളിക്കില്ല, ഒരിക്കലും ഇവിടെ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രയോഗവും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല.
നേരെ മറിച്ച് ആ രൂപത്തിൽ പണ്ഡിതന്മാരെ തെറിവിളിക്കുക എന്നത്, ചീത്ത വിളിക്കുക എന്നത് മറുപക്ഷത്തിന്റെ സ്റ്റേജിൽ നിന്നാണ് പലപ്പോഴും കേൾക്കുന്നത്. അതിനുള്ള ഒരു സാമ്പിൾ ആദ്യമേ തന്നെ നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ഒന്നാം നമ്പർ അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പുതിയ ഹിന്ദി സിനിമകളുടെ കാസറ്റ്, ഹിന്ദി സിനിമന്റെ പാട്ടിലെ കാസറ്റ്. അപ്പോ TP എന്നൊക്കെ മതി നമ്മൾ കുറ്റം പറഞ്ഞ കാരണം മൂപ്പർക്ക് ഹിന്ദി പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം മൂപ്പർ ആ കോലത്തിലാണ് പോയത്. KN ഇബ്രാഹിം മൗലവിക്ക് ഹിന്ദി പഠിക്കേണ്ട ആവശ്യമില്ല, മൂപ്പരെ പഠിച്ചിട്ടില്ല. MM മദനി പരലോകത്ത് ഹിന്ദി ഉണ്ടാവും എന്ന് മൂപ്പർക്ക് അറിയാന്നില്ല, അവിടെ മൂപ്പരാവും പഠിച്ചിട്ടില്ല. പിന്നെ മതി കോടതിയിലെ മൂപ്പരെ പ്രധാന പരിപാടി, കോടതിയിൽ ഹിന്ദിയോട് ആവശ്യമില്ല. പിന്നെ ഹിന്ദി പഠിച്ച ഒരാളാ കൂട്ടത്തിലുണ്ട്. ആരാ അത്? ചങ്ങരംകുളത്ത് ജനിച്ച് ഇപ്പോൾ പത്തപ്പിരിയത്ത് ജീവിക്കുന്ന, അന്ന് അന്തമാനിൽ വളർന്ന ബഹുമാന്യ സഹോദരൻ, ബഹുമാന്യ പണ്ഡിതൻ AP അബ്ദുൽ ഖാദർ മൗലവി. ആരക്കപ്പെട്ടു? TP അബ്ദുൽ ഖോയ മദനി. നമുക്കറിയാം ജംഇയ്യത്തുൽ ഉലമ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ അമരക്കാരൻ MM മദനി, M മുഹമ്മദ് മദനി സാഹിബ്. നമുക്കറിയാം മൂപ്പര് പരലോകം നന്നായി വിശദീകരിക്കുന്ന ഒരു പണ്ഡിതനാണ്. പരലോകത്തെ കുറിച്ച് ആളുകൾക്ക് ചിന്തയുണ്ടാക്കുന്ന ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും ഓതി വിശദീകരിക്കുന്ന ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതനെ കുറിച്ച് പറയാ എന്ത്? പരലോകത്ത് ഹിന്ദി ഇല്ലാത്തത് കൊണ്ട് MM മദനി ഹിന്ദി പഠിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, പരലോകത്ത് ആ ലോകത്തെ കുറിച്ച് പോലും ഈ ജാതി മുല്ലമാർ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിശ്വാസം, ഇവന്റെയൊക്കെ നാവിന് ആരെയെങ്കിലും പരിഹസിക്കണം, അപഹസിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ അതും പരലോകത്തേക്ക് ബന്ധപ്പെടുത്തിയിട്ട്, ആ ലോകവുമായി ബന്ധപ്പെടുത്തിയിട്ട് അതിലേക്ക് പരിഹാസം ചേർത്തി പറയുന്ന സ്വഭാവം. പിന്നെ ആരാ? നിങ്ങൾ നോക്കൂ, ഓരോരുത്തരുടെ പേര് നിങ്ങൾ കേട്ടല്ലോ. ഇന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അനിഷേധ്യനായ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തെ കുറിച്ച് പറയാ, നമ്മുടെ ഇവിടെ ഖാലിദിന്റെ നാട്, ആ നാടിന്റെ പേരെന്താ? ഖാലിദിന്റെ നാട് ചങ്ങരംകുളം. ആ ചങ്ങരംകുളത്ത് ജനിച്ചിട്ട് പത്തപ്പിരിയത്തേക്ക് താമസം മാറ്റി പണ്ട് അന്തമില്ല നടന്ന ഒരാളാണ് AP അബ്ദുൽ ഖാദർ മൗലവി. മുമ്പ് അന്തമില്ലായിരുന്നു, പിന്നെ പത്തപ്പിരിയത്തേക്ക് താമസം മാറ്റി. ഈ രൂപത്തിൽ പണ്ഡിതന്മാരെ തെറിവിളിക്കുന്ന, സംസ്കാരമില്ലാത്ത ഒരു ശബ്ദം ഈ സ്റ്റേജിൽ നിന്ന് കേൾക്കൂല. നേരെ മറിച്ച് ഈ സ്റ്റേജിൽ നിന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് പരാമർശിക്കുന്നുവെങ്കിൽ ആ പരാമർശം ആദർശത്തിന്റെ പേരിലായിരിക്കും, ആ പരാമർശം ഖുർആനിന്റെ പേരിലായിരിക്കും, ആ പരാമർശം ഹദീസിന്റെ പേരിലായിരിക്കും. അതുകൊണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ കാര്യങ്ങൾ നോക്കിക്കാണുമെന്ന ആമുഖത്തോടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം? ഒന്നാമതായി, ജിന്നായാലും സിഹിറായാലും പിശാച് ബാധയായാലും, ഇനി അതല്ല വൈവാഹിക ജീവിതമായാലും, അതുപോലെ തന്നെ തൗഹീദായാലും ശിർക്കായാലും കുഫ്റായാലും സുന്നത്തായാലും ബിദ്അത്തായാലും, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും തെളിവുകൾ ശേഖരിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിലാണ്. ഈ അള്ളാഹുവിന്റെ ഖുർആനിന്റെയും പ്രവാചകന്റെ ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ആ ഹദീസുകളെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു വീക്ഷണമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. കാരണം പ്രവാചകന്റെ ഹദീസ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള വഹ്യു തന്നെയാണ്. ഹദീസ് അള്ളാഹുവിൽ നിന്നുള്ള വഹ്യാണ്. ഖുർആൻ മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ള വഹ്യു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന് പുറമെ നമുക്ക് പരിചയപ്പെടുത്തിയ പ്രവാചകന്റെ ഹദീസുകൾ, അത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, മുഹമ്മദ് നബി തന്റെ ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല. നേരെ മറിച്ച് മതം എന്ന നിലക്ക് പ്രവാചകനായ മുഹമ്മദ് നബി എന്തെങ്കിലും വിശദീകരിക്കുന്നുവെങ്കിൽ അത് ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഖുർആനിന്റെ പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ അത് വഹ്യു തന്നെയാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. ഈ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തമായ വീക്ഷണം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതായി കാണാം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മടവൂരികളുടെ ചെലവിൽ അവരുടെ സ്റ്റേജിൽ വളരെ ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദം, ആ വാദം എന്താണ്? ഖബർ ആഹാദ് വിശ്വാസ കാര്യങ്ങൾക്ക് പ്രമാണമാക്കാൻ പറ്റൂല എന്നാണ് വളരെ ശക്തമായ പ്രചരണം.
ഈ പ്രചരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതിനു മുമ്പും പലപ്പോഴും പലതവണയും ആ വാദത്തിന്റെ അപകടം എന്താണ് എന്ന് ശക്തമായി സൂചിപ്പിച്ചിരുന്നു, വളരെ ശക്തമായി സൂചിപ്പിച്ചിരുന്നു. ഈ വാദം നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയപ്പോ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു ഇത് ഹദീസ് നിഷേധമാണ്, ഹദീസ് നിഷേധത്തിന്റെ ഭാഗമാണ്, അതാണ് അടിസ്ഥാനം. അവിടുന്ന് ഇങ്ങോട്ടാ ബാക്കിയുള്ള മുഴുവൻ നിഷേധങ്ങളും വരുന്നത്. പ്രവാചകനിൽ നിന്ന് വന്ന ഹദീസുകൾ, ആ ഹദീസിൽ നിന്ന് മുത്തവാത്തിർ മാത്രമേ വിശ്വാസകാര്യങ്ങൾക്ക് പ്രമാണമാക്കാൻ പറ്റൂ എന്ന് പറയുന്ന വാദം അപകടകരമാണ് എന്ന് വളരെ വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം ഓർമ്മിപ്പിച്ചിരുന്നു. എന്നാൽ അത് പരിഗണിക്കുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടും ആവർത്തിച്ചിട്ടും വളരെ വ്യക്തമായ ഒരു മറുപടി ആ വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രഭാഷണത്തിന് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് മടവൂരികളുടെ ഒരു പ്രഭാഷണം നടന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കാര്യങ്ങൾ ഒരു പുതിയ രൂപത്തിൽ വിശദീകരിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ഇന്ന് മടവൂരികളോട് കുറെ ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കാനുള്ളത്. ആ ചോദ്യങ്ങൾക്ക് വൺ ബൈ വൺ മറുപടി പറയാൻ മടവൂരികൾ ബാധ്യസ്ഥരാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി കാര്യം വ്യക്തമാക്കി തരാം. മുത്തവാത്തിറായ ഹദീസ് മാത്രമേ പ്രമാണാക്കാൻ പറ്റൂ, ഖബർ ആഹാദ് പ്രമാണാക്കാൻ പറ്റൂല എന്ന് പറയുമ്പോ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും. എന്താണ് ഈ മുത്തവാത്തിർ, എന്താണ് ഈ ഖബർ ആഹാദ്? മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസുകൾ ഒരു സംഘം സഹാബികൾ വ്യത്യസ്തമായ സനദുകളിലൂടെ റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ നിരവധി അനവധി പരമ്പരകളിലൂടെ യാതൊരുവിധ റൂഫുമില്ലാതെ യാതൊരുവിധ തെറ്റും വരാത്ത ആളുകളിലൂടെ യാതൊരുവിധ ഹദീസിന്റെ സനദിൽ പരിഗണിക്കപ്പെടുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, ആ യോഗ്യതകൾ പൂർത്തീകരിച്ചു കൊണ്ടുവരുന്ന നിരവധി അനവധി പരമ്പരകളുള്ള ഹദീസ്, ആ ഹദീസ് മാത്രം, ആ ഹദീസിനാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. എന്നാൽ ആ നിലക്കല്ലാതെ വരുന്ന ഹദീസ്, അതിനാണ് ഖബർ ആഹാദ് എന്ന് പറയുന്നത്. മുത്തവാത്തിർ അല്ലാതെ വരുന്ന റിപ്പോർട്ടുകൾ, അതിനാണ് ഖബർ ആഹാദ് എന്ന് പറയുന്നത്. ഈ ഖബർ ആഹാദ് റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ്, പ്രവാചകനിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് സ്വഹീഹായ നിലയ്ക്ക് നമ്മുടെ കയ്യിലുണ്ട്. അത് വന്നു കിട്ടിയാൽ എന്താക്കാൻ പറ്റൂല, തെളിവാക്കാൻ പറ്റൂല എന്നാണ് ഇവിടെ ഒരു സംഘം ആളുകൾ വാദിച്ചത്. പ്രത്യേകിച്ച് സലാം സുല്ലമി ശക്തമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത സമയത്ത് പുറത്തിറങ്ങിയ ഒരു പുസ്തകം, ഈ പുസ്തകം പുറത്തിറക്കിയത് യുവതയാണ്. ഈ പുസ്തകത്തിന്റെ പേര് ഹദീസ് സമാഹാരം എന്നാണ്. വാള്യം 1 വിശ്വാസം എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വാള്യം 1 വിശ്വാസം എന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഒരു പ്രത്യേകമായ ഒരു ഭാഗം നൽകിയിട്ട് പറയാണ് ഖബർ ആഹാദിന്റെ പ്രാമാണികത. ഖബർ ആഹാദിന്റെ പ്രാമാണികത എന്ന ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാം. എന്താണ് പറയുന്നത്? എന്താണ് ഇതിൽ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ തന്നെ ഖബറുൽ വാഹിദ് സ്വീകരിക്കപ്പെട്ടിരുന്നുവെന്നതിന് ധാരാളം തെളിവുകൾ കാണാവുന്നതാണ്. ഉദാഹരണമായി ഇവിടെ ചിലത് പകർത്തുന്നു എന്ന് പറഞ്ഞ് ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽ ഖബർ ആഹാദ് തെളിവായി സ്വീകരിക്കുമായിരുന്നു, ഖബർ ആഹാദ് പ്രമാണാക്കുമായിരുന്നു. മാത്രമല്ല അതിന് ഒരുപാട് തെളിവുകൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് തെളിവുകൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് ആ വിഷയം മനസ്സിലാക്കാൻ ഒന്ന് വിശദീകരിച്ചു തരാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രവാചകൻ ആദ്യം നമസ്കരിച്ചത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ കഅബാലയം ഖിബലയായി കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊരു ആഗ്രഹം പ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ആ ആഗ്രഹത്തോടു കൂടെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ബൈത്തുൽ മുഖദ്ദസ് ഖിബലയായി നമസ്കരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് 16 മാസക്കാലം, ആ 16 മാസക്കാലം എന്ന് പറഞ്ഞാൽ 1 കൊല്ലവും 4 മാസവും റസൂലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു അസർ നമസ്കാരം റസൂലുള്ള നിർവഹിക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, പ്രവാചകരെ
അങ്ങയുടെ മനസ്സ്, ആ മനസ്സിന്റെ കൊതി തീർച്ചയായും പടച്ച തമ്പുരാൻ പരിഗണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, ആ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് താങ്കൾ മുഖം തിരിച്ചുകൊള്ളുക. അള്ളാഹുവിന്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞു. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അറിയിക്കാൻ വേണ്ടി മറ്റ് പ്രദേശത്ത് ജീവിക്കുന്ന നമസ്കരിക്കുന്ന മുസ്ലിങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത് ഒരാളെയായിരുന്നു പ്രവാചകൻ നിയോഗിച്ചത്. അയാൾ ഓടിച്ചെന്ന ആളുകളോടൊക്കെ പറഞ്ഞു, ഖിബില മാറ്റം സംഭവിച്ചിരിക്കുന്നു, നമ്മുടെ ഖിബില കഅബയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, ആയത്തിറങ്ങിയിരിക്കുന്നു. ഉടൻ തന്നെ എല്ലാവരും സ്വീകരിച്ചു. ഒരാൾ പോയി പറഞ്ഞത്, ഒരു സഹാബി പോയി പറഞ്ഞത്, ബാക്കിയുള്ള ആളുകൾ മുഴുവൻ അത് സ്വീകരിച്ചു. നേരെ മറിച്ച് ആ സമയത്ത് അവിടെ നമ്മുടെ നാട്ടിലെ ലത്തീഫ് മുസ്ലിയാരെ പോലുള്ള, സലാം സുല്ലമിയെ പോലുള്ള ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. കാരണം ഇത് ഖബർ വാഹിദാണ്, ഖബറുൽ ആഹാദാണ്, മുത്തവാത്തിർ അല്ല. മുത്തവാത്തിർ മാത്രമേ ഞങ്ങൾ പ്രമാണമാക്കൂ, സ്വീകരിക്കൂ എന്ന് പറയുമായിരുന്നു. കാര്യം എന്താ? ഇത് ഖിബിലയുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിഞ്ഞു നമസ്കരിക്കുന്ന പ്രശ്നമാണ്, നമ്മുടെ നിസ്കാരം സ്വീകരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഇത് സ്വീകരിക്കണമെങ്കിൽ മുത്തവാത്തിറായ നിലക്ക് വന്നാലേ സ്വീകരിക്കുള്ളൂ എന്ന് ന്യായം പറയുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരാൾ പോയി പറഞ്ഞപ്പോ ആരും അത് നിഷേധിച്ചില്ല, അവര് സ്വീകരിച്ചു. അല്ലാതെ സഹാബികൾ ആരും പറഞ്ഞില്ല, ഏയ് നിങ്ങളൊരാൾ വന്നിട്ട് കാര്യമില്ല, ഖബറുൽ ആഹാദ് മുത്തവാത്തിർ വരട്ടെ, സംഘമോ എല്ലാവരും കൂടി വരട്ടെ, നിലകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞില്ല. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളയാണല്ലോ ഒരാളെ പറഞ്ഞു വിട്ടത്. പ്രവാചകൻ മനസ്സിലാക്കിയോ? ഇക്കാര്യങ്ങൾ മനസ്സിലാക്കണം, വിശ്വസിക്കണം, അംഗീകരിക്കണമെങ്കിൽ ഒരു സംഘം ആളുകൾ പോയി പറഞ്ഞാലേ സ്വീകരിക്കാൻ പറ്റുന്ന റസൂലുള്ള മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണല്ലോ റസൂലുള്ള ഒരാളെ വിട്ടത്, പ്രവാചകൻ ഒരാളെ വിട്ടത്. നേരെ മറിച്ചൊരു കൂട്ടം ആളുകൾ ചെന്ന് പറഞ്ഞാലേ അത് സ്വീകരിക്കേണ്ടതുള്ളൂവെങ്കിൽ റസൂലുള്ള ഒരു കൂട്ടം ആൾക്കാർ വിടണ്ടേ? വിട്ടോ? ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇതൊരു ഉദാഹരണമാണെങ്കിൽ മറ്റൊരു ഉദാഹരണം, ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് നിങ്ങൾ എടുത്തു നോക്കൂ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നമുക്കറിയാം, ഒരു പ്രദേശത്തേക്ക് 3 പ്രവാചകന്മാർ ഒന്നിച്ചു വന്നിട്ടുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീന്റെ ആദ്യത്തിൽ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട് 3 പ്രവാചകന്മാർ ഒരു സ്ഥലത്ത്. അതുപോലെ തന്നെ വേറെ ചില സ്ഥലത്ത് 2 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് ഫിറഔനോട് തൗഹീദ് പറയാൻ പോയത് മൂസാ നബിയും ഹാറൂൻ നബിയുമാണ്. 2 പ്രവാചകന്മാരുണ്ടായി. എന്നാൽ ഒരു പ്രദേശത്തേക്ക് ഒരൊറ്റ പ്രവാചകന്മാർ മാത്രം വന്നിട്ട് ഒരുപാട് പ്രദേശത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രവാചകനാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഒറ്റക്കോ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ വന്നുകൊണ്ട് പറഞ്ഞാൽ അത് വിശ്വാസത്തിന് പ്രമാണമാകൂലെങ്കിൽ പ്രവാചകന്മാരെ സ്വീകരിക്കാൻ എന്താ പ്രമാണം? പ്രവാചകന്മാർ വിശ്വാസം പഠിപ്പിക്കാൻ വന്നതാണ് അല്ലേ? അതോടൊപ്പം കർമ്മം പഠിപ്പിക്കാനും വന്നതാണ്. അപ്പൊ ഒരു പ്രവാചകൻ വന്നാല് നമ്മൾ പറയണത് ഇത് മുത്തവാത്തിർ അല്ല, നേരെ മറിച്ച് ഖബറുൽ ആഹാദാണ്, മുത്തവാത്തിർ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുള്ളൂ, ഇതൊരാളാണ് നമുക്ക് പറ്റൂല എന്ന ഒരു നയം സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ സ്വീകരിക്കണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ സ്വീകരിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഖബർ ആഹാദ് പ്രമാണമല്ല എന്നൊരു വാദം ഇവിടെ കൊണ്ടുവന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് പുറത്തിറങ്ങിയ ഹദീസ് സമാഹാരാണിത്. ഈ ഹദീസ് സമാഹാരത്തിൽ മറ്റൊരു ക്യാപ്ഷൻ ഉണ്ട്. എന്ത്? ഹദീസ് നിഷേധ പ്രവണതകൾ എന്നാണ്. ഹദീസ് നിഷേധ പ്രവണതകൾ. ഇതിൽ ഒരു പ്രത്യേകമായ അധ്യായം, ഒരു ഭാഗം കൊടുത്തു പറയാണ് മുഅ്തസിലികളും ഹദീസ് നിഷേധവും. കണ്ടോ? മുഅ്തസിലികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം വഴിപിഴച്ച കക്ഷികളാണ് മുഅ്തസിലികൾ. ഈ മുഅ്തസിലികൾ ഹദീസ് നിഷേധികളാകാനുള്ള കാരണം എന്താ? ഇതിൽ വളരെ വ്യക്തമായി പറയാണ്, സ്വഹാബികളെ കുറിച്ചുള്ള വീക്ഷണ വൈരുദ്ധ്യങ്ങൾക്കനുസരിച്ച് ഹദീസിനോടുള്ള സമീപനത്തിലും അവർക്കിടയിൽ അന്തരമുണ്ടായി. അവരിൽ ചിലർ സഹാബികളുടെ ഹദീസുകൾ ഒട്ടും സ്വീകരിക്കാത്തവരാണെങ്കിൽ മറ്റു ചിലർ ചിലതെല്ലാം സ്വീകരിക്കുന്നു. ചിലരാകട്ടെ ആഹാദായ ഹദീസുകളെ നിരാകരിക്കുന്നവരാണെങ്കിൽ മറ്റു ചിലർ മുത്തവാത്തിറുകളെ പോലും അംഗീകരിക്കാത്തവരാണ്. കണ്ടോ? അപ്പൊ മുഅ്തസിലിയാക്കളുടെ ഹദീസ് നിഷേധം എന്താന്ന് ചോദിച്ചാൽ അവരിൽ ചിലർ ആഹാദായ ഹദീസുകളെ സ്വീകരിക്കാറില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ, ഹദീസ് സമാഹാരത്തിൽ തന്നെ മൂന്നാമതൊരു ഭാഗം, എന്ത്? ഹദീസ് നിഷേധം പുതിയ വേഷത്തിൽ എന്നാണ് മൂന്നാമത്തെ ഭാഗമുള്ളത്. ഇവിടെ എന്താ പറയുന്നത് അറിയോ? നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന ചേകന്നൂരിനെ പോലുള്ള ആളുകൾ, ചേകന്നൂർ മൗലവിയെ പോലുള്ള ആളുകൾ, അവർക്ക് എങ്ങനെയാണ് ഹദീസ് നിഷേധം ഉണ്ടായത് എന്നാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ചേകന്നൂർ എങ്ങനെയാണ് ഹദീസ് നിഷേധിയായി തീർന്നത് അതിൽ വിശദീകരിക്കുന്നത് നോക്കൂ. നമുക്ക് ഖുർആൻ മതി, ഖുർആനിൽ സകല കാര്യങ്ങളും പ്രതിപാദിച്ചിരിക്കെ പിന്നെന്തിന് വേറൊരു പ്രമാണം എന്ന രീതിയിൽ ഇസ്ലാമിന്റെ വിശ്വാസാചാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് മോഡേൺ ഏജിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചു.
ഖുർആൻ നിഷേധിച്ചാൽ ജനങ്ങൾ അംഗീകരിക്കില്ല, സുന്നത്ത് വേണ്ടെന്ന് പറഞ്ഞാലും പറ്റില്ല. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഖബർ ആഹാദ് തെളിവല്ല എന്ന വാദമാണ് ആദ്യം ഉന്നയിക്കപ്പെട്ടത്. ഭൗതിക വിജ്ഞാനം നേടിയ കുറെ ആളുകൾ അതിൽ ആകൃഷ്ടരായെങ്കിലും വൈകാതെ ഈ വാദഗതികളുടെ ലക്ഷ്യം മനസ്സിലാക്കി അവരൊക്കെ പിന്തിരിഞ്ഞു എന്ന് വളരെ വ്യക്തമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചേകനൂർ മൗലവി കേരളത്തിൽ വന്ന് ആദ്യം പറഞ്ഞത് എന്താ? ഖുർആൻ വേണ്ടെന്നല്ല, ഹദീസ് വേണ്ടെന്നല്ല, നേരെ മറിച്ച് പറഞ്ഞത് ഖബർ ആഹാദ് തെളിവല്ല എന്നാണ്. ഖബർ ആഹാദ് തെളിവല്ല എന്നാണ്. ഇത് വളരെ വ്യക്തമായി ഹദീസ് സമാഹാരം വാള്യം 1 വിശ്വാസം അതിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മടവൂരുകളെ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കാണ്. ഇനി ചോദ്യമാണ്, എന്താ ചോദ്യം എന്നല്ലേ? ഏതാണ് ശരി? ഖബർ ആഹാദ് പ്രമാണാണോ അല്ലേ? തെളിവാണോ അല്ലേ? അല്ല എങ്കിൽ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ എഴുതി വെച്ചത് സത്യമോ അതോ അസത്യമോ? ഇനി മറുപടിയിൽ ഒന്നുകൂടി വിശദീകരിക്കാനുണ്ട്. മറുപടി പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ വ്യക്തമാക്കണം. എന്ത്? അത് വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞല്ല, നേരെ മറിച്ച് ഖബർ ആഹാദിനെ കുറിച്ച് മൊത്തത്തിൽ വിശദീകരിച്ചതാണെന്നാണ് മറുപടിയിൽ നിങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം അനുബന്ധ ചോദ്യമാണ്. ഇത് എന്താണ് ഈ മുന്നിൽ എഴുതിയിട്ടുള്ളത്? വിശ്വാസമെന്നാണ്. അപ്പൊ വിശ്വാസത്തിന് ഖബർ ആഹാദ് തെളിവല്ല എങ്കിൽ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിന്റെ തുടക്കത്തിൽ കൊണ്ടുപോയി ഖബർ ആഹാദ് പ്രമാണാണ് എന്ന് എഴുതി വെച്ചതാണോ? ഇനി അതല്ല, വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളെ കുറിച്ച് കൂടി പഠിച്ചോട്ടെ എന്ന നിലക്ക് അതിൽ എഴുതിയതാണ് എന്നാണ് മറുപടിയെങ്കിൽ, അടുത്ത ചോദ്യം എന്താന്നല്ലേ? അനുബന്ധ ചോദ്യമാണ്. ഇത് വിശ്വാസം വിശദീകരിക്കുന്ന പുസ്തകമാണല്ലോ, ഹദീസ് സമാഹാരമാണല്ലോ. ഇതിൽ എത്ര മുതവാത്തിറായ ഹദീസുണ്ട്? ഇതിൽ എത്ര മുത്തവാത്തിറായ ഹദീസുണ്ട്? വിശ്വാസം പഠിപ്പിക്കാൻ മുത്തവാത്തിർ മാത്രമേ തെളിവ് വെച്ചു എന്നാണല്ലോ വാദം. എങ്കിൽ ഈ പുസ്തകത്തിൽ എത്ര മുത്തവാത്തിറായ ഹദീസുണ്ട് അത് നിങ്ങൾ പഠിപ്പിക്കണം. വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ മുത്തവാത്തിറേ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഖബർ ആഹാദ് പുസ്തകത്തിൽ നിറയെ ഖബർ ആഹാദായ ഹദീസിൽ മാത്രം, കൂടുതലും ഖബർ ആഹാദായ ഹദീസ് മാത്രം, മുത്തവാത്തിറായ ഹദീസ് മാത്രം ഇവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഏതാണ്ട് ഇത്രയും പേജും നിങ്ങൾക്ക് വിശ്വാസം ഒതുക്കേണ്ടി വന്നേനെ. എന്നാൽ ഇത്രയും പേജ് എന്തിനാന്നല്ലേ? ഇത്രയും പേജ് ഖബർ ആഹാദ് എഴുതി പിടിപ്പിക്കാനാ അല്ലേ? ഈ രൂപത്തിൽ ഈ പുസ്തകം വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകം, ആ പുസ്തകത്തിൽ എത്ര മുത്തവാത്തിറുണ്ട്, എത്ര ഖബറുൽ ആഹാദ് ഉണ്ട്, നിങ്ങൾ വിശദീകരിക്കണം. അപ്പോ മടവൂരികൾക്കിടയിൽ തന്നെ ആകെ പ്രശ്നമാണ്. എന്ത്? ഇതെന്താ ചെയ്യേണ്ടത്? എന്നിട്ട് ഈ തർക്കമൊക്കെ നിലനിർത്തിയിട്ടാണ് അങ്ങാടിയിൽ ഇറങ്ങി മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്നത്. അതുകൊണ്ട് മടവൂരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പൊതുവെ ഒരാൾ വന്ന് പറയും, ഇവർ തമ്മിൽ തർക്കം തീർത്തിട്ട് പോലെ അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് പറയാനും. അതാണ് മറുപടി. നിങ്ങൾ തമ്മിൽ തർക്കം തീർത്തിട്ട് പോലെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ടത് വിളമ്പാൻ. നിങ്ങളൊന്ന് തർക്കം തീർക്ക്. ഈ ഖബർ ആഹാദ് പ്രമാണാണോ അല്ലേ? അതുപോലെ തന്നെ അങ്ങനെ പ്രമാണമായി സ്വീകരിക്കണമെങ്കിൽ, അങ്ങനെ ആ പ്രമാണമായി സ്വീകരിക്കാൻ പാടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഹദീസ് സമാഹാരത്തിൽ എന്തിനാണ് നൂറുകണക്കിന് ഖബർ ആഹാദുകൾ എടുത്തു കൊടുത്തത്? അപ്പൊ വഞ്ചനയല്ലേ അത്? കപടതയല്ലേ? ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. നേരെ മറിച്ച് ഖബർ ആഹാദ് തെളിവല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നു കുറച്ചു കാലം. പിന്നെ വന്നു നോക്കുമ്പോ ബുഖാരിയുടെ മെക്കിട്ടാ, സഹീഹുൽ ബുഖാരിയുടെ മെക്കിട്ടാണ് കയറുന്നത്. ബുഖാരി നമുക്ക് അപ്പാടെ സ്വീകരിക്കാനൊന്നും പറ്റൂല. നേരെ മറിച്ച് അതിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്, കള്ളത്തരങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത ഹദീസുകളുണ്ട്. കണ്ടോ? ഒരുപാട് ഹദീസുകൾ വിമർശന വിധേയാണ്. അതുകൊണ്ട് തന്നെ ബുഖാരിലെ ഹദീസ് എന്നൊക്കെ പറഞ്ഞാല് അത് ഒന്ന് സെർച്ച് ചെയ്ത് ഒന്നുകൂടെ പരിശോധിച്ചിട്ടൊക്കെ വേണം സ്വീകരിക്കാൻ. അത് സലാം സുലൈമി പറയുന്ന ഹദീസുകൾ സ്വീകരിക്കണം, അല്ലാത്ത ഹദീസൊക്കെ തള്ളിക്കളയണം. ആ നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനെതിരെ നമ്മൾ ശക്തമായി പുളിക്കൽ, അതുപോലെ തന്നെ അതിനു മുമ്പ് നല്ലളം, ഇവിടെയൊക്കെ വളരെ വ്യക്തമായി ഇതിനെതിരെ നമ്മൾ ശബ്ദിച്ചു, അതിനെതിരെ പ്രതികരിച്ചപ്പോ ഇതാ മടവൂരികളുടെ ശബാബ് പോരാ, പുടവ പോരാ, തൗഹീദ് എന്ന പേരില് തൗഹീദ് എഴുതാത്തൊരു പുസ്തകം ഉണ്ട് ഇവർക്ക്. തൗഹീദ് എന്ന പേര് നെയ്യപ്പം പോലെയാണ്, അതിൽ തൗഹീദ് ഉണ്ടാവില്ല. ആ രൂപത്തിൽ തൗഹീദ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എഴുതാൻ സ്ഥലമില്ലാതിട്ട് പോയി എഴുതി എവിടെയെന്നറിയോ? പ്രബോധനം ഹദീസ് പതിപ്പ്.
ആ പ്രബോധനത്തെ കൊണ്ടുപോയി എഴുതിയത് വിമർശന വിധേയമായ ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും. കണ്ടോ, ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസുകൾ വിമർശന വിധേയമാണ്. ഇതിൽ മൂപ്പര് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അതിലൊരു വാചകം ഞാൻ വായിച്ചുതരാം. ബുഖാരിയിലെ വിമർശിക്കപ്പെട്ട ഹദീസുകളെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെകഞ്ഞ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് നമ്പറിട്ട് എഴുതാൻ. ആ നമ്പറിട്ട് എഴുതിയ ഹദീസുകളുടെ നിജസ്ഥിതി എന്താണെന്ന് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരിക്കുകയും ചെയ്യും. നമ്മുടെ സമയം അതിന് അനുകൂലമല്ലാത്തത് കൊണ്ട്, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്താണ് ഇതിൽ പറയുന്ന ഒരു വാചകം അറിയുമോ? ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളെ പൂർവികരായ പണ്ഡിതന്മാർ വിമർശിച്ചതിന് ചില ഉദാഹരണങ്ങൾ മാത്രം താഴെ ചേർക്കുന്നു. വിമർശനങ്ങൾ ഈ ലേഖകൻ അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്നില്ല. കണ്ടോ, വിമർശനങ്ങൾ പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനത്തോട് എനിക്ക് യോജിപ്പില്ല, വിയോജിപ്പില്ല. അങ്ങനെ യോജിപ്പും വിയോജിപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത് എഴുതിയത്? അതൊരു വസ്വാസം ഉണ്ടാക്കാൻ. യോജിപ്പില്ല, വിയോജിപ്പില്ല, പിന്നെ എന്തിനാ എഴുതിയത്? അത് വസ്വാസം ഉണ്ടാക്കൽ മാത്രമാണ് എന്റെ ലക്ഷ്യം, അതല്ലാതെ വേറൊന്നുമില്ല. ഈ രൂപത്തില് 1, 2, 3, 4, 5, 6 എന്ന് നമ്പറിട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലേക്ക് കയറിയിരുന്നു കൊണ്ട് സലാം സുല്ലമി ബുഖാരിക്കെതിരെ ശബ്ദിച്ചു, സംസാരിച്ചു. എന്നിട്ടോ അതുകൊണ്ട് തീർന്നില്ല. പരസ്യമായി അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് ഞാൻ ബുഖാരിയിലെ 60ഓളം ഹദീസുകളെ തള്ളി. അതുകൊണ്ട് മുജാഹിദുകൾക്ക് എന്ത് പറ്റിയോ? 60ഓളം ഹദീസുകളെ ഞാൻ ബുഖാരിയിൽ നിന്ന് തള്ളി, അതുകൊണ്ട് മുജാഹിദുകൾക്ക് എന്ത് പറ്റി? ആരാ ചോദിച്ചത്? സലാം സുല്ലമി. ആ വാചകം നിങ്ങൾ കേട്ടു. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലരും മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകളില്ല അകറ്റാ ഇങ്ങനെ ചെയ്യുന്നത്. സുല്ലമിയുടെ അഭിപ്രായം നോക്കി ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടരെ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? ഹദീസായിട്ട് മുജാഹിദ് ഒരു മാറ്റം വന്നിട്ടില്ല. ബുഖാരി 60 ഹദീസുകളായിരുന്നു. ബുഖാരിയിലെ മുസ്ലിം മുജാഹിദ് പ്രസ്ഥാനം നടന്നു പോകുന്ന പ്രവർത്തനത്തിനോ വിശ്വാസത്തിനോ മാറ്റമില്ല. ഹലോ, മടവൂരിത് കേൾക്കുമ്പോ ചിരിയാണ്. ഏത് 60 ഹദീസ് തള്ളിയിട്ട് മുജാഹിദ് ഒരു കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഒന്ന് ചിരിക്കുക. പക്ഷെ ഇന്ന് മടവൂരികൾ ചിരിക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും അടുത്തേക്കാണെങ്കിൽ ഒന്ന് ഇട്ടിട്ട് കൊടുത്തേക്കണം. വെറുതെ ചിരിച്ചോട്ടെ. ചിരി ഇന്ന് വരൂല. ഇന്ന് ചിരികൾ അസ്തമിക്കുന്ന ദിവസാ, ചിരി അവസാനിക്കുന്ന ദിവസാ. എന്താണ് പറഞ്ഞത്? ബുഖാരിയിൽ 60ഓളം ഹദീസുകൾ തള്ളിയിട്ട് മുജാഹിദുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്നാലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയനിലപാടും കേട്ടുപഠിച്ചോ. ചിലപ്പോ കുട്ടികൾ പറഞ്ഞു തരേണ്ടി വരും. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, ഞങ്ങൾ വലിയ കാരണവന്മാരുണ്ടായിട്ട് ഇപ്പൊ കുറച്ച് കുട്ടികൾ ചിലപ്പോ പറഞ്ഞു തരേണ്ടി വരും. കാരണം വെച്ചാല് വലുതാകുമ്പോ കുറച്ചൊക്കെ നരച്ചു തുടങ്ങുമ്പോ, അതല്ല എങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് വളർന്നു എന്ന് മനസ്സിൽ തോന്നുമ്പോ സ്വാഭാവികമായും പഴയതെന്താണ്, നമ്മുടെ ആദർശം എന്താന്ന് മറക്കാൻ പാടില്ല. അല്ലെങ്കിൽ വ്യക്തിപരമായി എന്തെങ്കിലും വിദ്വേഷം ഉണ്ടാകുമ്പോ നമ്മുടെ ആദർശം എന്താന്ന് മറക്കാൻ പാടില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിനക്ക് മാനസികമായി വല്ല അകൽച്ചയും തോന്നുമ്പോ നമ്മുടെ ആദർശം എന്താണെന്ന് മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതാ വളരെ വ്യക്തമായി 1971 ഒക്ടോബർ മാസം 5 ഇറങ്ങിയ അൽമനാറാണ് എന്റെ കയ്യിലുള്ളത്. ഇതിലെ വാചകങ്ങൾ നിങ്ങൾ കേട്ടോണേ. ഈ ലേഖനം എഴുതിയത് ഷെയ്ഖ് മുഹമ്മദ് മൗലവിയാണ്. എന്താ എഴുതിയത്? 1971 കാലഘട്ടത്തിൽ ബുഖാരിക്കെതിരെ, ബുഖാരിയിലെ ഹദീസുകൾക്കെതിരെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ സംസാരിച്ചപ്പോ ഷെയ്ഖ് മുഹമ്മദ് മൗലവി വളരെ വ്യക്തമായി മറുപടി പറയാ. ഒരു ക്യാപ്ഷൻ ഉണ്ട്, തിരുത്തൽവാദികൾ ഇവിടെയും. കണ്ടോ അതിന്റെ ഹെഡിങ്? ആ ഹെഡിങ് എന്താ അറിയോ? സഹീഹുൽ ബുഖാരി, സ്ഥിരപ്പെട്ട നബിവചനങ്ങളുടെ വിലപ്പെട്ട സമാഹാരം. എന്താ അവിടെ കൊടുത്തത്? തിരുത്തൽവാദികൾ ഇവിടെയും. എന്താ ഉള്ളത്? തിരുത്തൽവാദികൾ ഇവിടെ എന്ന് പറയാൻ കാര്യം, സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊങ്ങി വന്നവ യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തതെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ നൊടിഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടിയെ അർഹിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം.
തന്റെ ചില നിഗമനങ്ങളോട് വിയോജിക്കുന്നതിനാൽ മാത്രം സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് നാടുനീളെ നാക്കിട്ടടിച്ച് നടക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വന്തം യുക്തിയാകുന്ന മാനദണ്ഡം വെച്ചളന്ന് സഹീഹുൽ ബുഖാരിയിലെ ഒട്ടേറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ആ മഹത് ഗ്രന്ഥത്തെ ഒട്ടുമുക്കാലും വെട്ടിച്ചുരുക്കി അലങ്കോലപ്പെടുത്തിയവരും കുറവല്ല. അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട അത്തരം ചില വിവരക്കേടുകളെ പറ്റി സാന്ദർഭികമായി സംസാരിക്കാതെ നിവൃത്തിയില്ല. പക്ഷേ കൂട്ടത്തിൽ ചിലത് പറഞ്ഞാൽ മതിയാകയില്ല. അതുകൊണ്ട് ഈ ലേഖനത്തെ തുടർന്ന് തന്നെ 1-2 ലക്കങ്ങളിലായി പ്രസ്തുത കൈകടത്തലുകളെ പറ്റി പ്രതിപാദിക്കാം ഇൻഷാ അല്ലാഹ്. 1971 ഇതുപോലെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളിൽ ചില ഹദീസുകൾ എടുത്ത് അത് തള്ളിക്കളഞ്ഞൊരു വിഭാഗം ആളുകൾ ഇവിടെ വന്നപ്പോ ശൈഖ് മുഹമ്മദ് മൗലവി 1971 അൽമനാറിലൂടെ അത്തരത്തിലുള്ള ആളുകൾക്ക് മറുപടി പറഞ്ഞ ലേഖനമാണിത്. ഇതൊന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. അവിടുന്ന് അങ്ങോട്ട് അൽമനാറിൽ തുടർ ലേഖനങ്ങൾ വന്നു. ചില ആളുകൾ ബുദ്ധിയുടെയും അതുപോലെ തന്നെ ബുദ്ധിയുടെ മാനദണ്ഡത്തിൽ നിഷേധിക്കുന്ന ഹദീസുകൾ ഒന്നൊന്നായി എടുത്ത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് വാദിക്കുന്ന ഹദീസുകൾ ഒന്നൊന്നായി എടുത്ത് ശൈഖ് മുഹമ്മദ് മൗലവി അക്കാലഘട്ടത്തിൽ ലേഖനം എഴുതി പഠിപ്പിച്ചു 1971 കാലഘട്ടത്തിൽ. എന്നിട്ട് ഇപ്പൊ പറയണത് 60 ഹദീസ് നിഷേധിക്കാണ്, തള്ളിയിട്ട് മുജാഹിദൊന്നും പറ്റിയില്ലല്ലോ. 60 ഹദീസ് തള്ളിയിട്ട് അല്ലെങ്കിൽ ദുർബലാക്കിയിട്ട് മുജാഹിദുകൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇത് നമ്മളിങ്ങനെ പിടിക്കാൻ തുടങ്ങി. പിടിച്ചത് ഹൽക്കിന. കാരണം ഇവര് വിചാരിച്ച ഒരു ജിന്നുമ്മെ തീർക്കാന്നാ. പക്ഷെ നമ്മൾ വിചാരിച്ചു ജിന്നുമ്മ മാത്രം ആക്കണ്ട, നേരെ മറിച്ച് പിടിക്കുമ്പോ ഹൽക്കിന് പിടിക്കണമല്ലോ. രണ്ടും ഒന്നിച്ച് പിടിക്കാൻ തീരുമാനിച്ചു. രണ്ടും ഒന്നിച്ച് പിടിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു കഴിഞ്ഞപ്പോ ഹാലലി വടവൂരി മറുപടി ഖണ്ഡന മുഖാമുഖം അങ്ങനെ നാട് നീള പരിപാടികൾ. എന്നിട്ട് എന്താ ചോദ്യം തന്നെ? ആ ചോദ്യം നിങ്ങൾ കേട്ടു. ഈ വിഷയത്തിനെ കുറിച്ച് ബുഖാരിലെ ഹദീസ് തള്ളി അന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ കുറിച്ച് ഒരു ചോദ്യം മറു ചോദ്യം. എന്താ ആ ചോദ്യം? ആ ചോദ്യം ഒന്ന് ചോദിക്കട്ടെ. ഞാൻ 60 ഹദീസ് ദുർബലപ്പെടുത്തിയോലോ? ഒരൊറ്റ ഹദീസ് കൂട്ടരെ ബുഖാരിത്തെ ഞാൻ ലൈഫാക്കിയത് കാണിച്ചോ? ഒരൊറ്റ ഹദീസ് ഞാൻ ബുഖാരിയിൽ ദുർബലപ്പെടുത്തിയത് കാണിച്ചു തരാമോ? അപ്പൊ 60 ഹദീസ് നേരത്തെ തള്ളിന്ന് ആരാ പറഞ്ഞത്? ചിലപ്പോ ജിന്ന് രൂപം മാറി വന്ന് പറഞ്ഞായിരിക്കും. കാരണം എന്താ, ജിന്നുകൾ രൂപം മാറി വരുമെന്ന് വണ്ടി ശബാബിൽ എഴുതി വിട്ടിട്ടുണ്ട്. ജിന്ന് പല കോലത്തിലും വരുന്ന ശബാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വല്ല ജിന്നും രൂപം മാറി വന്ന് പറഞ്ഞതാണോ? ആണോ? അങ്ങനെ പറഞ്ഞ സലാസുലമി സമ്മതിക്കൂല. അങ്ങനൊന്നും പറ്റൂല. അപ്പൊ പിന്നെ ആരാത് പറഞ്ഞത്? സലാസുലമി തന്നെ 60 ഹദീസ് തള്ളിയിട്ട് മുജാഹിദൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ ആരാണ്? അപ്പൊ എന്താ സംഭവം അറിയാം? ഞാനിങ്ങനെ ഒന്നുകൂടി അത് വിശദീകരിച്ച് കേട്ടു നോക്കി. എന്താ ഉള്ളത് എന്നല്ലേ? 60 ഹദീസ് ഞാൻ തള്ളിയിട്ടില്ല എന്നാ പറയുന്നത്. 60 ഹദീസ് ഞാൻ തള്ളിയിട്ടില്ല. പിന്നെ ആരാ തള്ളിയത്? അത് മുൻഗാമികളായ പല ആളുകളും തള്ളിയത് കൂട്ടത്തിൽ ഞാനും തള്ളിയതാണ്. മനസ്സിലായോ? ഞാൻ തള്ളിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കൊള്ളുവോ? എല്ലാം സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാം സ്വീകരിക്കൂല. പിന്നെയോ മുമ്പ് പണ്ട് പലരും തള്ളിയത് ഞാനും തള്ളി. അല്ല ഞാൻ തള്ളി പണ്ട് അബൂബക്കർ മുസ്ലിയാർ ഒരു കഥ പറയാറുണ്ട്. എന്തല്ലേ, മൂപ്പർ ഒരു കോടതി ഒരു കേസായിട്ട് പോയി. അപ്പൊ മൂപ്പർക്ക് വല്ലാത്ത മൂത്രശങ്ക, മൂത്രമൊഴിക്കണം. അപ്പൊ വെള്ളം ഇങ്ങനെ അന്വേഷിച്ചു. അപ്പൊ കോടതി വരാത്തിൽ ആളുകൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അബൂബക്കർ മുസ്ലിയാർ പോയി അതിൽ നിന്ന് ആ ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം നിറച്ച് കോടതിയുടെ മതിൽക്കെട്ടിന്റെ ഒരു മൂലയിൽ പോയി മൂത്രമൊഴിച്ചു. അങ്ങനെ മൂത്രമൊഴിക്കലെ കഴിഞ്ഞ് കോടതിയിലേക്ക് വിളിച്ചു. അബൂബക്കർ മുസ്ലിയാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങളൊരു വിഷയത്തിൽ കേസുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൂടെ, ഒരു പെറ്റ് കേസ് കൂടെ ഉണ്ട്. അപ്പൊ അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചു, എന്താ എന്റെ പേരിലുള്ള കേസ്? അപ്പൊ നിങ്ങൾ കോടതി വളപ്പിൽ മൂത്രമൊഴിച്ചു. അതാണോ കാര്യം? സത്യത്തിൽ ഞാൻ മൂത്രമൊഴിച്ചെന്നുള്ളത് ശരിയാ, പക്ഷെ അതിന്റെ കാരണം ഉണ്ട്. എന്താന്ന് അപ്പൊ പറഞ്ഞു, പോലീസുകാരൻ മൂത്രമൊഴിക്കണത് കണ്ടു, അപ്പൊ ഞാനും മൂത്രമൊഴിച്ചാണ്. അപ്പൊ കോടതി ജഡ്ജി പറഞ്ഞു, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിയമപാലകൻ തന്നെ നിയമം ലംഘിച്ച പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട, അതുകൊണ്ട് പെറ്റി കേസ് പിൻവലിച്ചു. എനിക്ക് അബൂബക്കർ മുസ്ലിയാർ തിരിച്ചിങ്ങ് പോരാ വണ്ടിയിൽ. പോരുമ്പോ കൂടുതൽ ഒരാൾ ചോദിച്ചു, ഉസ്താദേ പച്ച കള്ളല്ലേ അവിടെ വെച്ച് താങ്കൾ പറഞ്ഞത്? അവിടെ താങ്കൾ മാത്രമല്ല മൂത്രമൊഴിച്ചിട്ടുള്ളൂ, പോലീസുകാരൻ മൂത്രമൊഴിച്ചിട്ടുണ്ടോ? പിന്നെ കോടതി കയറിയിട്ട് പോലീസുകാരെ മൂത്രമൊഴിക്കണം കണ്ടു നിങ്ങൾ പറഞ്ഞതോ? അപ്പൊ അബൂബക്കർ മുസ്ലിയാർ ചിരിച്ചിട്ട് പറഞ്ഞു, അടോ അതെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്, സത്യം തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്താ, പോലീസുകാരൻ മൂത്രമൊഴിക്കുന്നത് കണ്ടു, ഞാൻ മൂത്രമൊഴിച്ചു, അല്ല പോലീസുകാരൻ മൂത്രമൊഴിച്ചു ഞാൻ പറഞ്ഞു.
പോലീസുകാർ മൂത്രമൊഴിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസുകാർ മൂത്രമൊഴിക്കുന്നത് കണ്ടാണ്. അതാണ് പോലീസുകാരൻ മൂത്രമൊഴിക്കുന്നത് ഞാൻ കണ്ടു, മൂത്രമൊഴിച്ചത് ഞാനാണ്. അപ്പൊ ജഡ്ജിക്കതിരിഞ്ഞില്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് ആര് പറയുന്നത്? ഈ അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. ഇതുപോലെയാണ് ആര്? ഈ സലാസുല്ലമി പറയാ ഞാൻ തള്ളിയിട്ടില്ല. പിന്നെ ആരാ തള്ളിയത്? ഞാൻ മുമ്പ് പല മുൻഗാമികൾ പലരും തള്ളിയിട്ടുണ്ട്, അക്കൂട്ടത്തിൽ ഞാനും തള്ളിയതാണ്. ആ മുൻഗാമികളൊന്നും ആരാ? മുൻഗാമിച്ച് ഒരുപാട് മുൻഗാമി, ജേകന്നൂർ മൗലവി ഇപ്പൊ മുൻഗാമിയല്ലേ? 100 കൊല്ലം കഴിഞ്ഞാൽ എത്തി മുസ്ലിയാർ മുൻഗാമിയല്ലേ? അപ്പൊ മുൻഗാമി ആരാണ് മുൻഗാമി? ആ മുൻഗാമികൾ തള്ളിയപ്പോൾ അല്ലെങ്കിൽ വിമർശിച്ചപ്പോൾ ആ വിമർശനത്തിന് വളരെ വ്യക്തമായി ഹദീസ് പണ്ഡിതന്മാർ നൽകിയ മറുപടി നിലവിലില്ലേ? ഹദീസ് പണ്ഡിതന്മാർ നൽകിയ മറുപടിയില്ലേ? വിശദീകരണം നൽകിയിട്ടില്ലേ? ബുഖാരിയിലെ ഹദീസുകൾ വിമർശിച്ച ആളുകൾക്ക് വളരെ വ്യക്തമായി മുൻഗാമികൾ തന്നെ മറുപടി പറഞ്ഞിട്ടില്ലേ? പക്ഷേ ആ മറുപടികളൊക്കെ മറച്ചു വെച്ചിട്ട് മുമ്പും തള്ളിയിട്ടുണ്ട്, ഞാനും കൂട്ടത്തിൽ തള്ളിയതാന്ന് പറഞ്ഞാൽ മറുപടിയാകൂല. ഈ രൂപത്തിൽ നിരവധി അനവധി ഹദീസുകളെ, നൂറുകണക്കിന് ഹദീസുകളെ തള്ളി. ഇപ്പൊ ബുഖാരി മാത്രം 60, മുസ്ലിമിലെ വേറെയും തള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെത്ര? എന്റെ കണക്കെത്രേ? അബൂദാവൂദിൽ എത്ര തള്ളി? അതിന്റെ കണക്കെത്രേ? അപ്പോ ഈ രൂപത്തിൽ തള്ളിയതിന് ഒരു കയ്യും കണക്കുമില്ല. എന്നാലും നമ്മുടെ നാട്ടില് CP ഉമർ സുല്ലമി, അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹവും എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹവും ഈ സമയത്തടുത്ത് ഒരു CD പുറത്തിറക്കി. എന്ത്? ചില ആളുകൾ ഇരകൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു, ഡോക്യുമെന്ററി. അങ്ങനെ ഡോക്യുമെന്ററി ഇറക്കി. ആ ഡോക്യുമെന്ററിയിൽ CP പോലും ചോദിക്കുന്ന ചോദ്യം കേട്ടു. സലാം മൗലവിനെ ഒറ്റപ്പെടുത്തി വിമർശിക്കാനുള്ള ഒരു നയമാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ളത്. സലാം മൗലവി ഹദീസ് നിഷേധിക്കുന്നു, അയാൾ ഹദീസ് നിഷേധിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഒരിക്കലും സലാം സുല്ലമിയെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം സലാം സുല്ലമി ഹദീസ് നിഷേധിയല്ല. കാരണം ഹദീസ് നിഷേധികൾക്ക് മറുപടിയായി സലാം സുല്ലമിനെ പോലെ കേരളത്തിൽ പണ്ഡിതനും പ്രതികരിച്ചിട്ടില്ല. പുസ്തകങ്ങൾ രചിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ലേഖനങ്ങൾ എഴുതിയിട്ടും സലാം സുല്ലമിയെ ഒറ്റപ്പെടുത്താൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. സലാം സുല്ലമി ഹദീസ് നിഷേധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സലാം സുല്ലമി ഒരിക്കലും ഹദീസ് നിഷേധിയല്ല. മാത്രമല്ല ഹദീസ് നിഷേധികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹദീസിൻ്റെ പ്രാമാണികത സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തമായിട്ടുള്ള സേവനങ്ങൾ കേരളത്തിൽ വേറെ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ? സലാം സുല്ലമി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കാണ്. എന്തിനാ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത്? സലാം സുല്ലമി മാത്രം. അങ്ങനെയാണ് CP ഉമർ സുല്ലമി ഒറ്റപ്പെടുത്തണ്ടേ ഈ രൂപത്തിൽ? പക്ഷെ ആരെങ്കിലും CP ഉമർ സുല്ലമിയെ ഈ രൂപത്തിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മറ്റേതെങ്കിലും പണ്ഡിതന്മാരുണ്ടല്ലോ, ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ, ആ പണ്ഡിതന്മാരെ ആരെങ്കിലും ഒറ്റപ്പെടുത്തണ്ടേ? ഒറ്റപ്പെടുത്തിയില്ല. നേരെ മറിച്ച് ഈ രൂപത്തിൽ പറയുന്നത് എന്താ? വളരെ വ്യക്തമായി പ്രമാണങ്ങൾ വെച്ചിട്ടാ സംസാരിച്ചത്. ഈ പ്രബോധനത്തിലെ ലേഖനം, സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷയിലെ നൂറുകണക്കിന് വിശദീകരണങ്ങൾ, അതിനു പുറമെ സലാം സുല്ലമിയുടെ തന്നെ പ്രഖ്യാപനം, 60ഓളം വരുന്ന ഹദീസുകളെ തള്ളി എന്ന പ്രഖ്യാപനം, ഈ തെളിവുകൾ മുന്നിൽ വെച്ചിട്ടാണ് മുജാഹിദുകൾ സംസാരിച്ചത്. അല്ലാതെ ആരെയും സലാം സുല്ലമി ഒറ്റപ്പെടുത്താതെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്താ വിഷമം? സലാം സുല്ലമി ഒറ്റപ്പെടേണ്ട കൂട്ടത്തിൽ നിന്നാ ഞങ്ങൾക്ക് എന്താ വിഷമം? ഒരു വിഷമവും ഇല്ല. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് ഈ രൂപത്തിൽ ഹദീസുകൾക്കെതിരെ പ്രചണ്ഡമായ പ്രചാരണം നാടുനീളെ ഇദ്ദേഹം പുലമ്പുന്നുണ്ട്. മടവൂരികൾ പുറത്തിറക്കിയ ഫ്രീ കോപ്പിയായി നാടുനീളെ പ്രചരിപ്പിച്ച ആ CD-യിലൂടെ പരസ്യമായി ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിലേക്ക് പ്രവേശിച്ചത്. ഇനി അതല്ല, ജിന്ന് വിഷയം മറച്ചു വെക്കാനാണല്ലോ ഹദീസ് നിഷേധം കൂട്ടുപിടിച്ചതെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ആയിക്കൊണ്ട് തന്നെ ജിന്ന് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ജിന്ന് ഞങ്ങൾക്ക് ഒരു മറയും വേണ്ട, ഒരു കുടയും വേണ്ട. ആ വിഷയത്തില് നേർക്ക് നേരെ ജിന്ന് വിഷയത്തിലേക്ക് കയറിയാൽ ആരാണ് ഇവിടെ പ്രതിയാവുക? നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയം ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം എന്ന പേരിൽ ആദ്യമായി കേരളക്കരയിൽ കൊണ്ടുവന്നത് ആരാ? നിങ്ങൾക്കറിയാമല്ലോ. മടവൂർ വിഭാഗത്തിലെ കുപ്രസിദ്ധനായ ഈ പ്രസ്ഥാനത്തെ തെരുവിലിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്ക് അവഹേളിക്കുവാൻ വേണ്ട എല്ലാവിധ രേഖകളും എഴുതി അതൊരു പുസ്തകമാക്കി പുറത്തുവിട്ട MI സുല്ലമി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ആദ്യം ഈ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയോ? ഇത് ഇറക്കുമതി ചെയ്യുന്നത്, ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, എന്നിട്ടൊരു പുസ്തകം തന്നെ ഇറക്കി. എന്താ പുസ്തകം? ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം. ആ പുസ്തകം ഇറക്കിയതാരാ? MI സുല്ലമി ഇറക്കിയതാ. ഒരു മടവൂരിയുടെ ഫോട്ടോയും കൊടുത്തു എന്റെ ഫ്രണ്ട് പേജിൽ തന്നെ. ഒരു മടവൂരിയുടെ ഫോട്ടോ അടക്കം വെച്ചിട്ടാണ് ഇറക്കിയത് ആ പുസ്തകം.
നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആ പുസ്തകം ഇവിടെ ഇറക്കി എം.ഐ. സുല്ലമി ആദ്യമായി ഇറക്കി. മറുപടി ഉണ്ടോ മടവൂരികൾക്ക്? എടവണ്ണയിൽ ഞാനിത് വളരെ ശക്തമായി പറഞ്ഞു, മറുപടി വെച്ചു. അലിമൊല്ല വന്ന് പ്രസംഗിച്ചു, അതുപോലെ ലത്തീഫ് മുസ്ലിയാർ പ്രസംഗിച്ചു. മിണ്ടാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഇവിടെ ഏതോ ഒരു മൂസസലായി, അപ്പൊ ആ മൂസസലായി ഇവിടെ ഒന്ന് പ്രസംഗിച്ചു. അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയുമെങ്കിൽ, ഇതിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം വിശദീകരിക്കട്ടെ. ജിന്ന് സിഹ്ർ ജ്യോത്സ്യം എന്ന് പറയുന്ന പുസ്തകം എം.ഐ. സുല്ലമി കേരളത്തിൽ പുറത്തിറക്കിയെന്ന് മാത്രമല്ല, സൗദി അറേബ്യയിൽ കൊണ്ടുപോയി ആ പുസ്തകം തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ പുസ്തകമാണ് ദാ എന്റെ കയ്യിലുള്ളത്. നിങ്ങൾ നോക്ക്, ഈ പുസ്തകം ജിന്ന് സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം, ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് സൗദി അറേബ്യയിലെ മുൻ മുഫ്തിയായിരുന്ന ഇബ്നു ബാസിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. എന്നിട്ട് എന്താ ചെയ്തത്? ആ പുസ്തകം ഇറക്കി വിറ്റു എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിന്റെ പരസ്യത്തിന്റെ ഹെഡിങ് കേട്ടോണേ, സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ. കണ്ടോ? ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ. തീർന്നോ? സിഹ്ർ എന്നാൽ എന്ത്? സിഹ്ർ യാഥാർത്ഥ്യമോ മിഥ്യയോ? സിഹ്ർ മനുഷ്യരെ ബാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചുവോ? സിഹ്ർ ബാധയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാമോ? ജിന്നുബാധ സത്യമോ മിഥ്യയോ? ജിന്നുബാധയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? അംഗീകൃത ചികിത്സാ രീതി എങ്ങനെ ചികിത്സിക്കോ? ആ ചികിത്സയൊക്കെ പുസ്തകത്തിലുണ്ട്. മടവൂരികൾ പഠിപ്പിക്കുകയാണ്. സാധാരണക്കാരും പണ്ഡിതരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലകപ്പെട്ട പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താനുള്ള ആധികാരികമായ ഒരു ലഘുകൃതി ലോക പ്രശസ്ത സലഫി നായകനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അനിഷേധ്യ നേതാവുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് രചിച്ച ഒരു അമൂല്യ നിധി. സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും സങ്കുചിത വീക്ഷണങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം ജിന്ന് സിഹ്ർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം, ബിൻ ബാസ് പബ്ലിക്കേഷന്റെ പ്രഥമ പ്രസിദ്ധീകരണം. വില 15 രൂപ, ഇപ്പോൾ 10 രൂപയ്ക്ക് ലഭിക്കുന്നു. ബിൻ ബാസ് പബ്ലിക്കേഷൻ, അൻവാർ നഗർ, കുനിയിൽ, കിഴുപ്പുറം, അരീക്കോട്. 67369 നൂഷിബു അരീക്കോട് പ്രസിലടിച്ച നോട്ടീസ്. ആരായി നോട്ടീസ് അടിച്ചത്? നമ്മുടെ ഈ എം.ഐ. സുല്ലമി. ഈ എം.ഐ. സുല്ലമി വന്ന് പോയിട്ട് നോട്ടീസ് അടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ പരസ്യം ചെയ്തു. ഈ പുസ്തകത്തിന്റെ പരസ്യം കൊടുത്തത് എന്റെ ഒരു കുതന്ത്രം കാണിച്ചു. എന്തെന്നല്ലേ, ഈ പുസ്തകം എഴുതിയപ്പോ ഇതിനകത്ത് ഇബ്നു ബാസിന്റെ പേര് മാത്രമേ ഫ്രണ്ടിലുള്ളൂ. പക്ഷെ ഇവിടെ ഇത് പരിഭാഷപ്പെടുത്തിയത് ആരാ പരിഭാഷപ്പെടുത്തിയത്? ഫദ്ലുല്ലാ അൻവാരി എന്ന് പേരും വെച്ചു. സത്യത്തിൽ ഈ ഫദ്ലുല്ലാ അൻവാരി ഇപ്പറഞ്ഞ ആളുടെ ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കൂടിയാണ് ഫദ്ലുല്ലാ അൻവാരി. എന്താ ചെയ്യുന്നത് അല്ലേ? ഈ തരത്തിലൊരു പുസ്തകം എഴുതിയപ്പോ ഈ എം.ഐ. സുല്ലമി ഫദ്ലുല്ലാ അൻവാരിയോട് പറഞ്ഞു, ഞാൻ കേരളത്തിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്, അതുകൊണ്ട് തൽക്കാലം നിന്റെ പേര് വെക്കട്ടെ, തൽക്കാലത്തേക്ക് ഒരു പേരിനകത്ത് ഇങ്ങനെ കൊടുക്കാൻ, ചെറിയ ശരത്തിൽ കൊടുക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഈ ഫദ്ലുല്ലാ അൻവാരിക്ക് ഇതിനകത്ത് കുതന്ത്രം എന്താണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം സമ്മതിച്ചു. അതിനു മുമ്പ് ഈ പുസ്തകമായിട്ട് ആരൊക്കെ ചെന്നു? നിഅമത്തുള്ള ഫാറൂഖിടക്ക് ചെന്നു. നിഅമത്തെ നിന്റെ പേര് വെച്ചോട്ടെ എന്ന് വെച്ചിട്ട് നിഅമത്ത് പറഞ്ഞു, ആ പരിപ്പും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എം.ഐ. സുല്ലമി. കാരണം ആ പരിപ്പ് ഇവിടെ വേണ്ട. കാരണം വെച്ചാൽ നിഅമത്തുള്ള ഫാറൂഖിക്ക് അന്നേ മനസ്സിലായി ഇതെന്തോ ചതിക്കുഴിയാണ്. ഈ പുസ്തകം ടി.കെ. മനുവിന്റെ അടുക്കൽ ചെന്നു. അവസാനം ഫദ്ലുല്ലാ അൻവാരിയുടെ പേര് ഇതിലിങ്ങനെ വെച്ചു. എം.ഐ. സുല്ലമി അത് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. എം.ഐ. സുല്ലമി തന്നെ നോട്ടീസ് അടിച്ചു. എം.ഐ. സുല്ലമി തന്നെ ആ ബുക്ക് ഇറക്കി. അവസാനം എം.ഐ. സുല്ലമി തന്നെ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ചോദിച്ചു, എന്ത് അല്ല, നിങ്ങളാണല്ലോ പണ്ട് ജിന്ന് സിഹ്ർ ജ്യോത്സ്യം എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയത്, ഫദ്ലുല്ലാ അൻവാരി എഴുതിയ പുസ്തകമാണല്ലോ അത്, അതിൽ ഈ രൂപത്തിൽ സിഹ്റിനെ കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് ഫദ്ലുല്ലാ അൻവാരി മൂക്കത്ത് വിരൽ വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ചതിയൻ ഇതാണോ ചെയ്തത്? ഇവന്റെ ഉദ്ദേശം ഇതായിരുന്നോ? ഫദ്ലുല്ലാ അൻവാരി നേരിട്ട് ചോദിച്ചു എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്ന ഭാഗം നമ്മുടെ കയ്യിലുണ്ട്. ആ സമയത്ത് എം.ഐ. സുല്ലമി പറഞ്ഞു, അല്ല, നമ്മൾ രണ്ടുപേരും കൂടെ എഴുതിയതാണ്. ഉണ്ടോ? നമ്മൾ രണ്ടുപേരും കൂടെ എഴുതിയതാണ്, ഞാൻ നിന്നെ ഒറ്റപ്പെടുത്തുന്നില്ല. ഈ രൂപത്തിൽ പുസ്തകം ഇറക്കി ആദ്യം കേരളക്കാരെ പരിചയപ്പെടുത്തിയത് മടവൂരികള്. ഇത് ഇറക്കിയത് മടവൂരികള് അല്ലേ? എം.ഐ. സുല്ലമി. എന്നിട്ട് മടവൂരികൾ ഇതിന് പ്രതിഷേധമുണ്ടോ? എന്തേ ഫോട്ടോ ഫ്രണ്ടിൽ കൊടുത്തവർ സന്തോഷത്തില? ഇപ്പൊ ഫോട്ടോ കൊടുത്താൽ സന്തോഷമായി. ചിലർ ബുക്കിന്റെ പുറകെ കൊടുക്കും, ഇപ്പൊ ഫ്രണ്ടിൽ കൊടുക്കുക. അപ്പൊ ഫോട്ടോ കൊടുത്ത സന്തോഷം കൊണ്ടാണ് ഉണ്ടായിരിക്കണത് ആണോ? നിങ്ങൾ അങ്ങനെ പ്രതിഷേധിക്കുകയാണെങ്കിൽ CP യുടെ നാട്ടിൽ നിന്നാണ് ചോദിക്കുന്നത്.
അതേ ഇടവണ്ണ സലാം സുല്ലമിയുടെ നാട്ടിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഇന്ന് വരെ സലാം സുല്ലമി വേണ്ടിയിട്ടില്ല. ഇനി CP-യുടെ നാട്ടിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു, അല്ല, ഒന്ന് പ്രതിഷേധിക്കുമോ ഇതിനെതിരെ ഈ അപകടത്തിനെതിരെ നിങ്ങൾ ശബ്ദിക്കാൻ തയ്യാറുണ്ടോ? ധൈര്യമുണ്ടോ? ചങ്കൂറ്റമുണ്ടോ? ഡോക്യുമെന്ററി ഇറക്കലല്ലോ പ്രശ്നം. ഇതിന്റെ കാണി ഒന്ന് ഊരണ്ടേ നമുക്ക്? ഇതിന്റെ കാണി ഊരണ്ടേ? അതല്ലേ നമ്മുടെ ആത്മാർത്ഥത? അതല്ലേ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് മാത്രല്ല. വിഷയം അവിടെ കൊണ്ട് അവസാനിച്ചില്ല. എന്താന്നല്ലേ, മടവൂരികൾ മറുപടി പറയാൻ മറക്കരുതേ, ഓരോന്നോരോന്ന് എഴുതിയെടുക്കണം. ഇത് കണ്ടോ, ഇതെന്താന്നല്ലേ, മറ്റൊന്നുമല്ല, ഗൾഫിൽ കൊണ്ടുപോയി AP വിഭാഗം മുജാഹിദുകള്, ആ മുജാഹിദുകൾക്ക് വിശ്വാസം ശരിയല്ല. AP വിഭാഗം മുജാഹിദുകൾ അങ്ങനെയല്ലോ, AP വിഭാഗം മുജാഹിദുകൾ നയം വ്യക്തമാക്കും. ആഹാ, നല്ല ചോദ്യമായി പോയി. കണ്ടോ, AP വിഭാഗം മുജാഹിദുകൾ അവർക്ക് വിശ്വാസമില്ല, വിശ്വാസം ശരിയല്ല. ആരാ എഴുതി കൊടുക്കുന്നത്? MI സുല്ലമി തന്നെ. എന്നിട്ട് എന്താ ഇതിലുള്ളത് എന്നല്ലേ? ഇതിന്റെ 18ാമത്തെ പേജില് ഒരു വലിയ വിശദീകരണം ഉണ്ട്. എന്താ വിശദീകരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ ഈ മുജാഹിദീങ്ങളല്ലോ, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കീഴിലുള്ള മുജാഹിദീങ്ങൾ, ആ മുജാഹിദീങ്ങൾ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരാണ്. എങ്ങനെയുണ്ട്? സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവരാണ് ആര്? നമ്മുടെ നാട്ടിലെ മുജാഹിദീങ്ങൾ, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഇവിടെ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന മുജാഹിദീകൾ എന്ന് അവിടെ ചെന്ന് പരാതി പറയാണ്. ആര്? MI സുല്ലമി. എന്നിട്ട് അതിങ്ങനെ വിശദീകരിക്കാണ്. എന്ത്? ഇന്ന ശൈഖ് അബ്ദുൽ ഖാദർ സൈനുദ്ദീൻ, അതേ നമ്മുടെ AP അബ്ദുൽ ഖാദർ മൗലവി, യദഊന അന്നഹും അലൽ മൻഹജ് സലഫി, അവർ മൻഹജു സലഫിലേക്കാണ് വിളിക്കുന്നത്. മൻഹജു സലഫൊക്കെയാണ്, ആ സലഫി മാർഗ്ഗമൊക്കെ സ്വീകരിക്കുന്നത്, അതിലേക്ക് അവർ വിളിക്കുന്നത്. പക്ഷേ വലാകിന്നഹും യത്തബിഊന അഖലാനിയ, അവർ അഖലാനികളെയാണ് പിൻപറ്റുന്നത്. മൻഹജു സലഫ് എന്നൊക്കെ പറയുമെങ്കിലും അഖലാനികളെയാണ് അവർ പിൻപറ്റുന്നത്. അഖലാനി എന്ന് പറഞ്ഞാൽ എന്താ? സലാഹുസ്സലാം പറയാം ബുദ്ധിജീവി. അഖലാനി എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി ആണോ? അഖലാനി എന്ന് പറഞ്ഞാല് ബുദ്ധി ഇങ്ങനെ കൂടിയിട്ട് ബുദ്ധി ഇങ്ങനെ തടഞ്ഞ് യുക്തിവാദം അവതരിപ്പിക്കുന്ന ആൾക്കാർ, അവർക്ക് അഖലാനി എന്ന് പറയാം. പക്ഷെ അഖലാനി ബുദ്ധിജീവി എന്നാണ് മൂപ്പര് കണ്ട അർത്ഥം. ആയിക്കോട്ടെ, ഇനി അതുമേ പിടിച്ചിട്ട് ഇടങ്ങേറാകാൻ നിൽക്കണ്ട. അഖലാനികളെയാണ് പിൻപറ്റുന്നത്. ഏത് അഖലാനികളെ? ഈജിപ്ഷ്യൻ അഖലാനികളെയും അതുപോലെ തന്നെ അഖലാനികളിൽപ്പെട്ട മുഅ്തസിലിയാക്കളെയും, ആ മുഅ്തസിലിയാക്കളെയും പിൻപറ്റുന്ന ആൾക്കാർ ആര്? ഇവിടുത്തെ AP വിഭാഗം, ആ AP വിഭാഗം മുജാഹിദുകൾ എന്നവിടെ എഴുതി കൊടുക്കാണ്. തീർന്നില്ല, അവരുടെ കൂട്ടത്തില് എന്തുണ്ട്? സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അതിന് തെളിവായി ഉദ്ധരിക്കുകയാണ് അൽമനാറിലെ ഒരു ഉദ്ധരണി. ഇന്ന സിഹറ മാസിയ, സിഹർ പാപമാണെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിലൊരു തഅ്സീർ വരുത്താൻ, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥത്തിൽ മാറ്റം വരുത്താനുള്ള കഴിവ് ഒരിക്കലും സിഹറിനില്ല. നേരെ മറിച്ച് സിഹർ അത് ചില ദുർബല വിശ്വാസികൾക്ക് ഒരു മാനസികമായ മാറ്റം ഉണ്ടാക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിഹർ അത് ഒരിക്കലും പാപമാണെങ്കിലും യാഥാർത്ഥ്യമല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുത്തെ സൈനുദ്ദീൻ അബ്ദുൽ ഖാദർ സൈനുദ്ദീന്റെ പിന്നിലുള്ള മുജാഹിദീങ്ങള്. അതുകൊണ്ട് അവർ സലഫികളുമായി യോജിച്ചു പോകാൻ പറ്റിയവരല്ല എന്ന് MI സുല്ലമി അവിടെ ചെന്ന് എഴുതി കൊടുക്കുക. തീർന്നില്ല, സിഹിർ മാത്രമല്ല വിഷയം. അടുത്ത 19ാമത്തെ പേജ് നോക്കുമ്പോൾ അതിലും വലിയ പെടായി. എന്ത്? അതേ വേറൊരു പരാതിയാണ് MI സുല്ലമിക്ക് മടവൂർ വിഭാഗത്തിന് ഗൾഫിൽ ചെന്നപ്പോൾ അറബികളുടെ മുന്നിലെ പരാതി, നമ്മളെ കുറിച്ചുള്ള പരാതി. എന്ത്? അതേ AP വിഭാഗം മുജാഹിദുകൾ പറയാണേ, എന്ത്? അതേ മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറുമെന്നത് ബാത്തിലാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അത് ശരിയല്ലാന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറൂല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. കണ്ടോ? എന്നിട്ട് പറയാണെന്ത്? അങ്ങനെ ജിന്ന് കയറുമെങ്കിൽ അത് ലോകത്ത് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നിട്ട് അൽമനാറിലെ കോട്ടിങ്, സലാം സുല്ലമി എഴുതിയ കോട്ടിങ് ഉണ്ടല്ലോ, അൽമനാറിൽ എഴുതി കൊടുത്ത സലാം സുല്ലമി എഴുതിയ കോട്ടിങ് ഇതിൽ എടുത്തു കൊടുക്കണത്. ഇദാ കാന ശൈത്താൻ ഖാദിറൻ യംശി ബിസൂറത്തിൽ ഇൻസാൻ വയതകല്ലമു ബിലിസാനിഹി, പിശാചിനെങ്ങാനും ഒരു മനുഷ്യന്റെ രൂപം പ്രാപിക്കുവാനോ മനുഷ്യരെ പോലെ സംസാരിക്കുവാനോ കഴിവുണ്ട് എങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ കോലത്തില് ശൈത്താൻ വന്നിട്ട് എന്തെല്ലാം കുഴപ്പമുണ്ടാക്കും എന്ന് അൽമനാറിൽ ഇവർ എഴുതി
വെച്ചിട്ടുണ്ട്. കണ്ടോ, പരാതി പറയാണ് MI സുല്ലമിയെ. എവിടെ ചെന്നിട്ട് അറബികളുടെ മുന്നിലെ കാര്യം എന്താ, മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറില്ല എന്ന് വിശ്വസിക്കുന്നവരെങ്ങനെ സലഫികളാവും? നമുക്ക് ഇങ്ങനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും? അപ്പൊ ഇവര് സലഫികളല്ല, നേരെ മറിച്ച് ഇവര് മറ്റേ അക്കലാനികളാണ്. ഇതൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സലഫിയുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂലാന്ന് ഗൾഫിൽ പോയി MI സുല്ലമി എഴുതി കൊടുത്ത രേഖ നമ്മുടെ കയ്യിലുണ്ട്. മടവൂരികളെ മറുപടി ഉണ്ടോ നിങ്ങൾക്ക് പറയാ? മറുപടി ഉണ്ടോ പറയാ? മറുപടി പറഞ്ഞു. എന്ത്? എടവണ്ണയിൽ ഇവര് മറുപടി പറഞ്ഞു. എന്താ മറുപടി എന്നല്ലേ? മറ്റൊന്നല്ല, നമ്മുടെ അലിമല്ല പറയാണ്. അലിമല്ലാക്ക പറയാണ്, അത് നമ്മുടെ ഇപ്പറഞ്ഞ പിന്നെ വേറൊരു ഡോക്ടർ ഹുസൈൻ മടവൂര്. ആ ഹുസൈൻ മടവൂര്, ഹുസൈൻ ഡോക്ടർ, ആ ഡോക്ടറെ കുറിച്ച് അവിടെ എന്തെടുത്തു പരാതി നമ്മൾ പറഞ്ഞപ്പോ, കുറെ ദുരാരോപണങ്ങൾ നടത്തിയപ്പോ നിജസ്ഥിതി എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാണ് ഈ പറഞ്ഞ ഡോക്ടർ ഹുസൈൻ മടവൂരിനെ. ആ ഹുസൈൻ മടവൂരിന്റെ കുറിച്ചൊരു വിശദീകരണം നൽകിയതാണ്. അക്കൂട്ടത്തിൽ മുജാഹിദുകൾ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദുകളുടെ വിശ്വാസം എന്താണെന്ന് വിശദീകരിച്ചതാണ് എന്ന് അലിമുല്ലായുടെ മറുപടി. അത് മടവൂരികളോട് പറഞ്ഞാൽ മതി, മടവൂരികളോട് പറഞ്ഞാൽ മതി. കാരണം എന്താ, അടുത്ത വാചകം ഇവര് വിചാരിച്ച് നമ്മള് വായിക്കണ കേട്ടിട്ട് നിങ്ങൾ ഈ സാധനം തന്നെ കേട്ടിട്ടുണ്ടാവുക. ഇനി കയ്യിലുണ്ടെങ്കിൽ തന്നെ ഇത് വായിച്ചു നോക്കിയാൽ മറച്ചു നോക്കിയാൽ മനസ്സിലാകേണ്ട സാധനം വേണ്ടേ അപ്പുറത്ത്? ഇല്ലല്ലോ. നമ്മുടെ ലത്തി മുസ്ലിയാരെ പോലെ ആൾക്കാരല്ലേ, പാട്ട് പാടാൻ മാത്രം അറിയുന്ന ആളുകൾ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ കാണാം. ഏതായാലും ബാക്കി എന്താന്നല്ലേ, ബാക്കി വേറൊന്നല്ല. നേരെ മറിച്ച് ഇതിൽ പറയാണെന്ത്, ഇന്ന ശൈഖ അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ, അതേ സൈനുദ്ദീൻ അബ്ദുൽ ഖാദിർ സൈനുദ്ദീൻ അഥവാ AP അബ്ദുൽ ഖാദിർ മൗലവി, യൽതജിഊന ഇല റാസി വൽ ജുബ്ബായി, റാസിയെയും ജുബ്ബായിയൊക്കെ കൂട്ടുപിടിച്ചാണ് ഈ വാദം അവതരിപ്പിക്കുന്നത്. അതേ ഫഖറുദ്ദീൻ റാസിയെ കൂട്ടുപിടിച്ചിട്ട് അവതരിപ്പിക്കുന്നത്. മുഅ്തസിലി നേതാവായ, മുഅ്തസിലി പണ്ഡിതനായ, ഹദീസ് നിഷേധിയായ ജുബ്ബായിയെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ വാദം, മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കില്ല എന്ന വാദം അവതരിപ്പിക്കുന്നത്. വീണ്ടും പറയുകയാണ് മിനൽ മുൻഹരിഫീന അനിൽ മൻഹജി സലഫി, സലഫികളുടെ മാർഗം, ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ് ഇവര്. അടോ, ഈ AP അബ്ദുൽ ഖാദിർ മൗലവിയുടെ കൂടെയുള്ള ആളുകള് സലഫി മൻഹജിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ്. എന്തുകൊണ്ടാ വ്യതിചലിച്ചു പോയത്? മനുഷ്യ ശരീരത്തിൽ ജിന്ന് കൂടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ സലഫി മനജിൽ നിന്ന് വ്യതിചരിച്ചവരാണ്, ഇവർ മുഅ്തസിലിയാക്കളാണ് എന്ന് MI സുല്ലമി എഴുതി കൊടുക്കാണ്. അപ്പോ എന്താ ഇതിന്റെ അർത്ഥം? ഡോക്ടർ ഹുസൈൻ മടവൂർ മുഅ്തസിലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നാ എഴുതി കൊടുത്തത്? ആണോ? ഡോക്ടർ ഹുസൈൻ മടവൂര് മുഅ്തസിലിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ, ജുബ്ബായിയെ തെളിവിടിക്കുന്ന ആളാ, റാസിയെ തെളിവുദ്ധരിക്കുന്ന ആളാ എന്നാണോ എഴുതി കൊടുത്തത്? ആണോ? ആഹാ, അങ്ങ് വിശദീകരിക്കട്ടെ, അതിനുശേഷം ബാക്കി നമുക്ക് വായിച്ചു തരാം. എന്താന്നല്ലേ? അപ്പോ മടവൂരികളെ ഇനി മറുപടി വെക്കണം. നിങ്ങൾ മറുപടി വെച്ചിട്ട് ഇതിന് മറുപടി വ്യക്തമായി കൊടുക്കണം ഈ രണ്ടത്താണിയിലുള്ള സാധുക്കളായ മുജാഹിദ് പ്രവർത്തകർക്ക്. അപ്പോ അവിടെ ചെന്ന് നിങ്ങൾ എന്താ പറയാ, എന്താ എഴുതി കൊടുക്കുക, ഏത് രൂപത്തിലാ വിശദീകരിക്കുക? ആ രൂപത്തിൽ തന്നെ ഇവിടുന്ന് വിശദീകരിച്ചാൽ നിങ്ങളുടെ കള്ളി പൊളിയും. മനസ്സിലായോ? എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യം, നിങ്ങളുടെ നയം വ്യക്തമാക്കുമോ? എന്താ നിങ്ങളുടെ നയം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയം എന്താ? വളരെ വ്യക്തമായി ഇവിടെ അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇവര് നയം പറയുന്നില്ല, നയം വ്യക്തമാക്കണില്ല. മുജാഹിദുകൾ വിശ്വാസം ഉണ്ടാക്കുക, ഞങ്ങൾക്കൊരു പുതിയ നയമില്ല ഈ വിഷയത്തിൽ, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു പുതിയ നയം ഇല്ല. നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് നയമാണോ മുമ്പുണ്ടായിരുന്നത് അത് തന്നെ ഇപ്പോഴുള്ള നയവും. അത് വളരെ വ്യക്തമായി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് പുതിയ ഒരു വാദോ പുതിയ ഒരു വിഷയം ഈ രൂപോ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലോ ഈ വിഷയം അവതരിപ്പിക്കേണ്ടതില്ല. മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം എന്താണ് പറഞ്ഞത് ആ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. പക്ഷേ ഇപ്പോ ചില ആളുകൾ അത്തരത്തിൽ ആ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് തന്നെ വെച്ചുകൊടുത്തിയ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വിശദീകരിച്ച് ചില പണ്ഡിതന്മാർ ചില വാചകം നടത്തിയ ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ ചിലയിടങ്ങളിൽ വന്ന ചില അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങൾ മാത്രം പൊക്കിപ്പിടിച്ചിട്ട് ഖുർആനിനെയും ഹദീസിലും സ്ഥിരപ്പെടാത്ത ചില കാര്യങ്ങൾ മാത്രം പൊക്കിപ്പിടിച്ചിട്ട് അത് പരസ്യമാക്കി കാണിച്ച് ഇങ്ങനെ നടക്കുക. അവരെ തെറ്റിതിരുത്തി അത് തെറ്റാണ് ശരിയല്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആ പണ്ഡിതന്മാർ പരസ്യമായി തിരുത്തിയ ചില വാചകങ്ങൾ, ആ വാചകങ്ങൾ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നയം എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്ത് പറയാനുള്ളത്? അത് പുതിയതായി ഒരിക്കലും പറയേണ്ടതില്ല. നേരെ മറിച്ച്
വളരെ വ്യക്തമായി ഈ വിഷയത്തിൽ ആളുകൾ മനസ്സിലാക്കാനുള്ളതും ചിന്തിക്കാനുള്ളതുമായ കാര്യം വളരെ നേരത്തെ തന്നെ നമുക്കറിയാം. ഡോക്ടർ ഉസ്മാൻ സാഹിബ് കേരള മുസ്ലിം മുജാഹിദിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം വളരെ വ്യക്തമായി 1971 കാലഘട്ടങ്ങളിൽ സഭയിൽ ആ ലേഖനം എഴുതി തന്നെ അത് പഠിപ്പിച്ചു. മനുഷ്യന്റെ യഥാർത്ഥ ശത്രുവിനെ പറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക ലേഖനം തന്നെ ആ വിഷയത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതുകയാണ്. അതിന് ഉമർ മൗലവി തന്നെ വളരെ വ്യക്തമായി ഒരു ആമുഖം എഴുതി ചേർത്തു. ഇത് മനുഷ്യർ പഠിക്കണം, ആളുകൾ പഠിക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. മനുഷ്യന്റെ ശത്രുവിനെ പറ്റിയുള്ള വിശദീകരണമാണ്. ഇതിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വളരെ വ്യക്തമായി മനുഷ്യരിൽ പിശാച് ഏതെല്ലാം രൂപത്തിൽ പ്രവർത്തിക്കും, എങ്ങനെയൊക്കെ ആരാധനയിൽ ജിന്ന് ഇടപെടും, മനുഷ്യന്റെ ആരാധനകളിൽ ജിന്ന് ഇടപെടും, അതുപോലെ തന്നെ മനുഷ്യൻ അദ്വൈതാനുഭൂതിയുമായി ബന്ധപ്പെട്ട് വഹദത്തുൽ വജൂദുമായി ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കുമ്പോ പിശാച് എങ്ങനെ പ്രവർത്തിക്കും. അതുപോലെ തന്നെ മഹാവഞ്ചകൻ എന്ന ഹെഡിങ്ങിൽ ഒരു വിശദീകരണം, സമ്പത്തിൽ എങ്ങനെയാണ് പിശാച് ഇടപെടുക. അതുപോലെ തന്നെ വളരെ വ്യക്തമായി പിന്നെയും കാണാം സാഹിത്യ കലാസൃഷ്ടികളിൽ എങ്ങനെയാണ് പിശാച് ഇടപെടുക. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ തന്നെ വീണ്ടും കാണാം സിനിമയും അഭിനയ കലകളും, സിനിമയിലൂടെ എങ്ങനെയാണ് പിശാച് രംഗപ്രവേശനം ചെയ്യുക, അഭിനയത്തിലെ ശൈത്താൻ, ഒരാൾ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് ശൈത്താൻ കൂടുക, സിനിമയും അഭിനയ കലകളും, ചീത്ത കൂട്ടുകാരൻ. പിന്നെയും കാണാം ഇതില് സ്വബോധ മനസ്സും ഉപബോധ മനസ്സും. എന്താണ് ബോധ മനസ്സും ഉപബോധ മനസ്സും, ഉപബോധ എന്ന ഒന്നുണ്ടോ എന്നൊക്കെ വളരെ വ്യക്തമായി ഡോക്ടർ ഉസ്മാൻ സാഹിബ് സമർത്ഥിക്കാണ്. ഉപബോധ മനസ്സ് എന്ന ഒന്നില്ല എന്ന് വളരെ ശക്തമായി ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇതിൽ സമർത്ഥിക്കുക. ഉപബോധ മനസ്സില്ല എന്ന് പറയാം. മടവൂരുകൾ എന്തേ ഒരു ലേഖനം എഴുതോ, ചോദ്യം ചെയ്യോ, ഉപബോധ മനസ്സ് എന്താന്ന് ചോദിക്കുമ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറയാ ഇല്ല, ഉപബോധ മനസ്സില്ല. എന്തേ മൂപ്പർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ലേ? ലോകം തിരിയാത്ത ആളായിരുന്നു ഡോക്ടർ ഉസ്മാൻ സാഹിബ്? ആണോ? അല്ല, ദീനും പഠിച്ചു, അതുപോലെ തന്നെ ഭൗതികവും പഠിച്ച ആളാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഉപബോധ മനസ്സൊന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മനുഷ്യർക്കിടയിൽ ഉപബോധ മനസ്സുണ്ടല്ലോ, സ്വബോധം നഷ്ടപ്പെട്ട ഉപബോധം തെളിയല്ലോ. അതെന്താന്ന് വെച്ചപ്പോ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞത് ശൈത്താനാണ്, പിശാചാണെന്നാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആ മനുഷ്യന്റെ നാവിലൂടെ പിശാച് സംസാരിക്കുന്നതാണ് ഉപബോധ മനസ്സെന്ന് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. അതേ ബോധം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, സ്വബോധം പോയൊരു മനുഷ്യൻ, അവന്റെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ച് ചിത്രം വരക്കുന്നുവെങ്കിൽ അവനല്ല ചിത്രം വരക്കുന്നത്, ശൈത്താനാണ് ആ ചിത്രം വരക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഡോക്ടർ ഉസ്മാൻ സാഹിബ് 1971 വളരെ ലേഖനം എഴുതി വിട്ടു. എന്തേ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഖുർആനിലെ ആയത്താ തെളിവെച്ചത്, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. ഒരു മനുഷ്യനും അല്ലാഹു രണ്ട് ഹൃദയം നൽകിയിട്ടില്ല. ഒരാളുടെ ബോധം പോയിട്ട് അയാളുടെ അബോധാവസ്ഥയ്ക്ക് അയാൾ ചിത്രം വരയ്ക്കുക, മണക്കുക, അത് ആസ്വദിക്കുക, കണക്കൂട്ടുക, ഇതൊക്കെ എന്താ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബോധം പോയിട്ടുണ്ട്, അബോധാവസ്ഥയിലാണ്. ആ അബോധാവസ്ഥയിൽ കണക്കൂട്ടാൻ കഴിയുമെങ്കിൽ അത് ബോധവസ്ഥയിൽ എന്താണ് ഈ കണക്ക് എന്നറിയാത്ത, എന്താണ് ഗുണനപ്പട്ടിക എന്നറിയാത്ത, എന്താണ് ഹരണപ്പട്ടിക എന്നറിയാത്ത ഒരാൾക്ക് ബോധം പോയി അയാളുടെ അബോധാവസ്ഥയിൽ ഒരു ഹിപ്നോട്ടിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ അയാൾക്ക് കണക്കുകൾ കൂട്ടാൻ കഴിയുന്നുവെങ്കിൽ അതേ ഉപബോധ മനസ്സിനെ കണക്ക് കൂട്ടാറും ചിത്രം വരക്കാനും അതുപോലെ തന്നെ മറ്റു മാർഗങ്ങൾ, മറ്റു രൂപത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ കഴിയുന്നുവെങ്കിൽ അതൊരിക്കലും മനസ്സല്ല, പിശാചാണ് എന്ന് 1971 കാലഘട്ടങ്ങളില് ഡോക്ടർ ഉസ്മാൻ സാഹിബ് ലേഖനം എഴുതി സമർത്ഥിച്ചുവെങ്കിൽ എവിടെയായിരുന്നു മടവൂരികൾ 71 മുതൽ ഇങ്ങോട്ട്? 2007 എത്തിയപ്പോഴാ ബോധം വീണത്? ആണോ? അതല്ല, സാൽവേഷന്റെ ബോർഡ് കണ്ടപ്പോഴും എപ്പോഴാ ഈ ശൈത്താനൊക്കെ ഇളകിയത്? ഈ ശൈത്താൻ എപ്പോഴാ ഇളകി? നിങ്ങളുടെ ശൈത്താൻ എപ്പോഴാ ഇളകിയത്? സാൽവേഷന്റെ ബോർഡ് കണ്ടപ്പോൾ ഇളകാൻ തുടങ്ങിയതാ? ആണോ? എന്നാൽ 71 മുതൽ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദികൾ ആ വിഷയത്തിലുള്ള നയം എന്താണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇതൊന്നും വായിച്ചില്ല, പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് മടവൂരികൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പോഴും ചെയ്യണതെന്നല്ലേ? ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഒന്നാം തരം സിഹിറിന്റെ പണി, ഒന്നാം തരം ജിന്ന് സേവ. അത് നടത്തുന്ന നമ്മളെ വിളിക്കലേ അല്ലേ? അതാണല്ലോ പുസ്തകത്തിൽ അടക്കം എഴുതിവിട്ടത്. അതാണല്ലോ ഇവിടുന്ന് CP ഉമർ സുല്ലമി അടക്കം വളരെ വ്യക്തമായി ആമുഖത്തിൽ വിശദീകരിച്ചത്. അതുമാത്രല്ല ഈ CP ഉമർ സുല്ലമി ഡോക്യുമെന്ററിയിലൂടെ പറഞ്ഞത്. പക്ഷേ വിനീതമായി ഞാനൊന്ന് ചോദിക്കട്ടെ CP, നിങ്ങൾക്കതിനു മുമ്പ്, ഈ ആഹ്വാനങ്ങൾ ഇറക്കുന്നതിന് മുമ്പ് ഈ വിഷയം എന്താണെന്ന് അന്വേഷിക്കാനെങ്കിലുമുള്ള മനസ്സ് കാട്ടാമായിരുന്നില്ലേ? സത്യത്തിൽ ആ CD എങ്കിലും ഒന്ന് നന്നായി
കണ്ട്, ഇവിടെ ഇറക്കി വിട്ട ആ CD എങ്കിലും നന്നായി ഒന്ന് കണ്ട് ഒന്ന് അവലോകനം ചെയ്തുകൂടായിരുന്നു? എന്താണ് അതിന് പറയുന്നത്? അതെ, ഹിപ്നോട്ടിസം പഠിക്കാമെന്നാണ്, അത് നല്ല കാര്യമാണെന്നാണ്. വളരെ വ്യക്തമായി നമ്മുടെ സലാം സുലൈമി തന്നെ ആ വിഷയം വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കും. ഹിപ്നോട്ടിസം ഇസ്ലാമികമായി തെറ്റാണോ? ഹിപ്നോട്ടിസം തെറ്റൊന്നുമില്ല. തെറ്റെന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം ചെയ്തുങ്ങാണ്ട് വേണ്ടാത്തൊന്നും ഇതാക്കരുത്. ദൈവമെന്നൊക്കെ പറയാം. സായിബാബ മേജിക്കോ ചെയ്യുന്നത് ദൈവമാവാം. ഹിപ്നോട്ടിസം എന്താ അങ്ങനെ ഉപയോഗിക്കാം, കേസ് അറിയിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താ തെറ്റ്? അതിൽ ജിന്നുമില്ല. അത് എനിക്കും പഠിച്ചു, ഞാൻ കുറെ പഠിച്ചതാ, പിന്നെ നിർത്തിയതാ. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പെണ്ണിനോടൊക്കെ സംസാരിക്കണം, മുഖത്തുകൂടെ നോക്കിക്കൊണ്ട് നിൽക്കും, അപ്പൊ തെറ്റിദ്ധരിക്കും. അപ്പൊ അത് അതിന്റെ ഊനതാണ് പഠിച്ചത്. കാരണം നമ്മളെ പോയിന്റിൽ തന്നെ ഇങ്ങനെ നോട്ടാതെ നിയന്ത്രിക്കണം. അത് മാനസികമാണ്. അതിൽ ജയിത്താന പ്രശ്നമില്ല, പഠിച്ചിന് വിരോധമില്ല, അല്ലൊക്കെ പോയി നല്ലൊരു ഏർപ്പാടാണ്. ഹിപ്നോട്ടിസം നല്ലൊരു ഏർപ്പാടാണ്. എന്നാ നിങ്ങൾക്കറിയോ, 1971 ഡോക്ടർ ഉസ്മാൻ സാഹിബ് വളരെ വ്യക്തമായി എഴുതി, ഇല്ല, ഹിപ്നോട്ടിസം പൈശാചികമാണ്, പൈശാചികാണ്. വളരെ വ്യക്തമായി തെളിവ് സഹിതം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് അവസാനിച്ചില്ല. മൂപ്പര് പറയാ, ഞാൻ സിഹറൊക്കെ പഠിച്ചാളാണ്, സിഹർ ചെയ്യാനൊക്കെ എനിക്കറിയാം. ആര് പറയാ? ഈ സലാം സുലൈമി പറയാണ്, സിഹർ ചെയ്യാനൊക്കെ എനിക്കറിയാം. ആ വാദികം നിങ്ങൾ കേട്ടു. ഇവിടെ മറ്റുള്ള സിഹർ ചെയ്യുന്ന ആളുണ്ട്, ഓലെ ഞങ്ങൾ വെല്ലുവിളിച്ചത്. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാല്ലെങ്കിൽ നിങ്ങളെക്കാൾ എനിക്കറിയാം. ഞാൻ അസ്മായുടെ കിതാബും തെൽസമാത്തിന്റെ കിതാബും ഓതിങ്ങനെ എനിക്കറിയാം സിഹർ ചെയ്യുന്ന രീതി. നിങ്ങളെക്കാൾ കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട്. തെൽസമാത്തിന്റെ കിതാബ് ഞാൻ വായിച്ചിട്ടുണ്ട്, അസ്മായുടെ കിതാബും വായിച്ചിട്ടുണ്ട്. സിഹർ ചെയ്യുന്ന ഏർപ്പാട് എനിക്കറിയാം, അതിന്റെ പരിപാടി എനിക്കറിയാം, എന്താ ഏർപ്പാട് എന്നുള്ളത്. കണ്ടോ, മൂപ്പർക്ക് നന്നായി അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെക്കാൾ നന്നായി ഞാൻ സിഹർ ചെയ്യും. മാതല്ലാ, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ സുല്ലമി. അത് പഠിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലാതെ പോകട്ടെ സുല്ലമി. മരിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെടാനുള്ള ആ ദൗർഭാഗ്യം പഠിച്ചവൻ ഞങ്ങൾക്ക് ഉണ്ടാക്കാതിരിക്കട്ടെ സുല്ലമി. ഞങ്ങൾക്ക് ആത്മാർത്ഥേ ഉള്ളൂ. ആ ഇൽമൊക്കെ നിങ്ങൾ എന്നെ പഠിച്ചു വെച്ചാൽ മതി. ആ ഇൽമൊക്കെ നിങ്ങൾ എന്നെ പഠിച്ചു, മടവൂരികൾ തന്നെ പഠിച്ചോ. ഞങ്ങൾക്ക് ആ ഇൽമ വേണ്ട, ആ സിഹർ ചെയ്യുന്ന ഇൽമ ഞങ്ങൾക്ക് വേണ്ട, ആ തൽസമാത്തിന്റെ കിതാബ് ഞങ്ങൾക്ക് വേണ്ട, ആ അസ്മാഇന്റെ കിതാബ് ഞങ്ങൾക്ക് വേണ്ട. അതൊക്കെ നിങ്ങൾ തന്നെ തലക്കും ഭാഗത്ത് വെച്ചോളൂ, നിങ്ങൾ തന്നെ വായിച്ചോളൂ, നിങ്ങൾ തന്നെ പഠിച്ചോളൂ, നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഒരൊറ്റ മുജാഹിദ് കുട്ടിയെ അതിന് കിട്ടൂല. അപ്പൊ സിഹർ ചെയ്യാ, സിഹർ പഠിക്ക, സിഹർ പഠിക്ക, സിഹർ ചെയ്യ, ഇതൊക്കെ അവിടെ തന്നെയാണ്. എന്നാൽ എന്തേ മുജാഹിദ് പ്രസ്ഥാനത്തിന് നയ വിഷയത്തില് നോക്കിക്കോ. അതെ, അമാനി മൗലവിയുടെ പരിഭാഷ എന്താ അമാനി മൗലവി പറഞ്ഞത്? പരിഭാഷ വളരെ വ്യക്തമായി, ഹിപ്നോട്ടിസം മെസ്മരിസം സിഹറാണ്. മെസ്മരിസവും ഹിപ്നോട്ടിസവും സിഹറാണ്. ആര് പറയാ? അമാനി മൗലവി. അമാനി മൗലവി നബി എന്താ പറഞ്ഞത്? 7 വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അതിൽ ഒന്നാമത്തത് ശിർക്ക് എന്ന മഹാപാപമാണ്. രണ്ടാമത്തത് സിഹ്റു, സിഹ്റാണ് കേട്ടോ. സിഹ്ർ 7 വൻപാപങ്ങളിൽ രണ്ടാമത്തെ പാപമാണെന്ന് മഹാനായ മുഹമ്മദ് നബി പഠിപ്പിക്ക. പക്ഷേ സുല്ലമി പറയാ, അത് ചെയ്തോ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്, ഞാനും പഠിച്ചിട്ടുണ്ട്, ഞാനും ഓതിയിട്ട് ഉണ്ട്, എനിക്ക് സിഹ്ർ ചെയ്യാൻ അറിയാം. തീർന്നോ? ഇല്ല. ഇനി ഒരു പക്ഷേ നമ്മളിതൊക്കെ പറയുമ്പോ അവരുടെ വിചാരം എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, വടവൂരികൾ പറയണത് വെച്ചാൽ ഓർക്കൊരു ചുക്കും തിരിവില്ല, ജരാന്തര ബാധിച്ച് മസ്തിഷ്കം പറ്റി വരണ്ട്, ചുവരെഴുത്ത് വായിക്കാതെ അതെ എല്ലാം നഷ്ടപ്പെട്ട് റൂമിന്റെ മൂലയിൽ വളഞ്ഞിരിക്കുന്ന കുറെ കളവന്മാർ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോ നമുക്ക് തിരിയാഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ചോദിക്കാം, വിവരമുള്ളവർ പറയട്ടെ. ഹിപ്നോട്ടിസവും മെസ്മരിസവും എന്ന് പറയുന്ന പുസ്തകം, ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഞാൻ ഉദ്ധരിക്കുന്നു ഈ പുസ്തകം. മറുപടി ഉണ്ടെങ്കിൽ പറയണം മടവൂരികള്, വിശദീകരിച്ചു കൊടുക്കണം. ഈ നാട്ടിലെ സാധുക്കളായ മുജാഹിദുകൾക്ക് വളരെ വ്യക്തമായി പ്രൊഫസർ രാമേന്ദ്രൻ എഴുതുകയാണ്. എന്ത്? ഇത് ഭാരതീയ ചിന്താഗതിയിൽ നിന്ന് വന്നതാണ് ഹിപ്നോട്ടിസം, മെസ്മരിസം. ഡോക്ടർ മെസ്മർ ആദ്യമായി ഇത് ആവിഷ്കരിച്ചത് അതെവിടുന്നാണ്? അതെ, ഈ ഇന്ത്യ രാജ്യത്തെ ചിരപുരാതനമായ താളിയോലികളിൽ എഴുതപ്പെട്ടിരുന്ന ഭാരതീയ സംസ്കാരം, ആ ചിന്താഗതികളിൽ നിന്ന് ഒരു കാലഘട്ടത്തിൽ സന്യാസിമാർ ഇവിടെ നടപ്പിലാക്കിയിരുന്ന അവരുടെ തപസ്സുകളും അവരുടെ സാധനകളും ആ സാധനങ്ങളിൽ അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന രീതികളുമൊക്കെ ഡോക്ടർ മെസ്മർ അതൊരു പുനരാവിഷ്കരണം നടത്തി മെസ്മരിസം ഉണ്ടാക്കി. ആ മെസ്മരിസത്തിന് ശാസ്ത്രീയമായ ഒരു വശം നൽകി അവതരിപ്പിച്ചതാണ് ഹിപ്നോട്ടിസം എന്ന് വളരെ വ്യക്തമായി പ്രമാണയുക്തം സമർത്ഥിക്കുന്ന രാമചന്ദ്രന്റെ പുസ്തകം. എന്ത്?
എന്തേ മടവൂരികൾക്ക് നിഷേധിക്കാൻ പറ്റൂല. അപ്പോ ഈ സിഹിറാകുന്ന കുഫ്ർ അത് പഠിപ്പിക്കുക, മറ്റുള്ളവരോട് പഠിക്കാൻ ആവശ്യപ്പെടുക, ആഹ്വാനം ചെയ്യുക. ഇതാണ് ഇവിടെ മടവൂരികൾ ചെയ്തത്. എന്നിട്ട് സ്റ്റേജും കെട്ടിയിട്ട് ഇപ്പൊ മുജാഹിദീങ്ങള് അവർ ശിർക്കിലേക്ക് പോയി. ഞങ്ങൾ 1000 എണ്ണിത്തരാം ഇങ്ങോട്ട് എണ്ണാൻ പറ്റോ? തേങ്ങ പൊട്ടിക്കാൻ പോയത് മുജാഹിദീങ്ങളാണോ അമ്പലത്തിൽ? ആണോ? പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് അല്ലേ? പേര് ഞാൻ എടുത്തു പറഞ്ഞതല്ലോ, നേരെ മറിച്ച് മലയാള മനോരമ പുറത്തുവിട്ട ശ്രീ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ചെറിയ ഒരു പുസ്തകമല്ലോ ആഴ്ചയിൽ വരുന്നത്. അതിൽ വരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ആരാ കൊടുത്തുവിട്ടത്? ഉമ്മാന്റെ പേര്. പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസിന്റെ ഉമ്മാന്റെ പേര്. ഇന്ന ആളുടെ മകൻ ഇന്ന ആൾ അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക് തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് അത് സംഭാവന ചെയ്തിട്ട് മടവൂരികളെ എവിടെയായിരുന്നു നിങ്ങൾ? നിങ്ങളുടെ നേതാവല്ലേ അല്ലേ? എവിടെയായിരുന്നു? 4 CD ഇറക്കിയോ? CP ഉമർ സുല്ലമി താങ്കൾ പ്രതികരിച്ചോ? CP ഉമർ സുല്ലമി താങ്കൾ പ്രതികരിച്ചോ? അതിനെതിരെ എന്തേ ഡോക്യുമെന്ററി എഴുതി ഇറക്കിയോ? 4 എണ്ണം ഇരകൾ സംസാരിക്കുന്നു. ഒരു ഡോക്യുമെന്ററി ഇറക്കിയോ? ഇല്ല. മെഴുകുതിരി പിടിക്കാൻ പോയി അല്ലേ? മെഴുകുതിരി പിടിക്കാൻ പോയി ആര്? നമ്മുടെ സലാഹുദ്ദീൻ മദനി അല്ലേ? എന്നിട്ട് എന്തേ പ്രതികരിച്ചോ? വർത്തമാനത്തിൽ അതിലെ ഫോട്ടോ വന്നു. എന്തേ ഇവിടെ ആരില്ലായിരുന്നു? നമ്മുടെ ഊരുകള് ഉണ്ടായിരുന്നില്ലേ? സലാഹുദ്ദീൻ മദനി കുഫറിലേക്ക് അല്ലെങ്കിൽ അനിസ്ലാമികത്വത്തിലേക്ക്. നമ്മുടെ നേതാവ് അബ്ദുൽ അസീസ് അതെ കുഫറിലേക്ക് ഇറക്കിക്കൂടായിരുന്നോ? ഇല്ലായിരുന്നു അല്ലേ? മിണ്ടാൻ കഴിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സാൽവേഷൻ കണ്ടപ്പോ ഈ രൂപത്തിലുള്ള എല്ലാ ശൈത്താനും ഇളകി, എല്ലാ ശൈത്താനും നന്നായി പണിയെടുത്തു. പക്ഷേ പടച്ചവന്റെ സഹായം കൊണ്ട് അതവിടെ വിജയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് അള്ളാന്റെ സഹായം, പടച്ചവന്റെ സഹായം. ഞങ്ങൾ ആരും ഹിപ്നോട്ടിസ്റ്റുകളല്ല, ഞങ്ങൾ ആരും ശൈത്താനെ പണി എടുക്കുന്നില്ല, ഞങ്ങൾ ആരും ഈ ശൈത്താൻ സേവ നടത്തുന്നില്ല. അത് നടത്താന്ന് പറയണില്ല, അത് നടത്താൻ പാടില്ല, അത് കുഫ്റാണ്, ശിർക്കാണ് എന്ന് പറയുന്നവരാണ് മുജാഹിദീങ്ങൾ. അതുകൊണ്ട് അള്ളാന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായി. ഇനി ഹിപ്നോട്ടിസം കഴിഞ്ഞു. അപ്പൊ ഹിപ്നോട്ടിസ്റ്റ് മടവൂരിയാണുള്ളത് ഇപ്പോ നിലവിൽ. ഇനി ആരാ വേണ്ടത്? മജീഷനെ വേണോ? മജീഷനുണ്ട് മടവൂരിന്റെ കൂട്ടത്തിൽ. നിങ്ങൾ കേട്ടോ, മൂസാനബിയുടെ പ്രതിയോഗികൾ മാജിക് കാണിച്ചതിന് സിഹിറിനാണ് എന്നാണ് നിശ്ചിതം. അത് വിഷയം സിഹിറിനാണ്, ജാലവിദ്യ ഉണ്ട്. അത് രണ്ടാ. നമ്മൾ മൂസാനബിക്ക് സിഹിറി വലിച്ചാണ് ഏതാ വിഷയം എന്ന് അറിയാം. നമ്മളെന്നെ മാരണല്ല, ശൈത്താനെ വിട്ടിട്ടുള്ള സിഹിറല്ല. മാജിക്കും സിഹിറെന്ന് പറയും. അതിന് സ്ഥലമൊക്കെ ഉണ്ട് എന്നർത്ഥം. അത് എനിക്കും ചെയ്യാൻ പറയും. ഇപ്പൊ നമ്മൾ ഹുമയൂൻ കബീർ നന്നായിട്ട് തലശ്ശേരിയിൽ കാണിച്ചു കൊടുത്ത് ഓനറിയാത്. നമ്മുടെ ഹുമയൂൻ കബീർ നന്നായി തലശ്ശേരി കാണിച്ചു കൊടുത്തോന് നന്നായി അറിയാം. ആരാണ് ഈ ഹുമയൂൻ കബീർ? ഒരു മടവൂര് മുസ്ലിയാരാ, ഹുമയൂൻ കബീർ. ആ ഹുമയൂൻ കബീർ സ്റ്റേജിൽ കയറിയിട്ട് മാജിക് പെട്ടിറക്കുന്നു, പ്രാവിനെ പറത്തുന്നു. അപ്പൊ ഇപ്പുറത്തുള്ള മുയൽ ഇറങ്ങി പോകുന്നു. അത് കണ്ടിട്ട് മടവൂരികൾ അവർക്ക് ആകെ അതല്ലേ അറിയില്ല. മനസ്സിലായോ? അപ്പൊ മടവൂരികൾ ഇങ്ങനെ ആർത്തിച്ചിരിക്കാണ്. അങ്ങനെ ഇതാ റിബണെടുക്കുന്നു, വലിക്കുന്നു. അപ്പൊ തന്നെ എന്താകുന്നു? ഒരു കൊടയായി മാറുന്നു. അങ്ങനെ പലതും കാണിച്ചു മജീഷ്യൻ. എന്നിട്ട് എവിടുന്നാണ് കാണിക്കണത്? മുസ്ലിയാക്കന്മാരൊക്കെ ജിന്ന് വിശദീകരിക്കാൻ വന്നിരിക്കും. എല്ലാ ജിന്നുകളും ശൈത്താന്മാരുണ്ട് സ്റ്റേജിൽ. അല്ലോ ജിന്നും ശൈത്താനൊക്കെ ഇങ്ങനെ നിരന്നിരുന്നിട്ട് ഇപ്പുറത്ത് നിന്ന് മജീഷ്യൻ എന്തൊക്കെ ഇങ്ങനെ കാണിക്കുക. അങ്ങനെ കാണിച്ചു അല്ലേ? ഇത് പണ്ഡിതന്മാരുടെ മുന്നിൽ വെച്ച് നടത്തിയിട്ട് എന്തേ വിലക്കിയില്ല. ഒരു പണ്ഡിതനല്ലേ ആ മാജിക് കാണിച്ചത്? എന്നാൽ മാജിക് ഇസ്ലാമികമാണോ? അല്ല എന്ന് ശബാബ്. നിങ്ങൾ കണ്ടോളൂ ശബാബ്. മാജിക് ഇസ്ലാമിക കബളിപ്പിക്കലാണ് മാജിക്. ഒരു മുസ്ലിമിന് മറ്റൊരാളെ കബളിപ്പിക്കാൻ പറ്റും? തമാശക്കാണെങ്കിലും കബളിപ്പിക്കാൻ പാടുണ്ടോ? ഒരു മുസ്ലിമിന് കബളിപ്പിക്കാൻ പറ്റും? അത് പാടില്ല എന്ന് വളരെ വ്യക്തമായി ചോദ്യോത്തരത്തിൽ ശബാബ് വളരെ വ്യക്തമായി എഴുതിയിട്ട് അത് അനിസ്ലാമികമാണ്. അപ്പൊ മജീഷിന് അപ്പുറത്താണ്. പിന്നെ ഇസ്മാണിക്കാരനാണെങ്കിലും അതുകൊണ്ട് നമ്മുടെ ലത്തി മുസ്ലിയാർ അസ്മാപണി വണ്ട് നടത്തിയ വിവരം പുളിക്കൽ ഞാൻ കാണിച്ചിരുന്നു അല്ലേ? അപ്പോ ഇസ്മാണിക്കാർ അപ്പുറമുണ്ട്. മനസ്സിലായോ? അപ്പോ മജീഷന്മാരും ഹിപ്നോട്ടിസ്റ്റുകളും അതുപോലെ തന്നെ ഇസ്മാണിക്കാരും ഒക്കെ അപ്പുറത്താണ്.
മടവൂരികളാ. എന്നിട്ട് ഈ മടവൂരികളെന്ന് പറയാം നമ്മള് ജിന്ന് സേവ നടത്തുന്നത്. നമ്മള് ജിന്ന് സേവ നടത്തിയോ? ഇല്ല. ഇതുപോലെ മജീഷനും അതുപോലെ തന്നെ ഹിപ്നോട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഈ ഇസ്മണിക്കാർക്കും മറുപടി പറയുന്ന ജോലിയാണ് മുജാഹിദുകളുള്ളത്. ഇവർക്കൊക്കെ മറുപടി കൊടുക്കണം, അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ആരെങ്കിലും ഈ രൂപത്തിൽ ഹിപ്നോട്ടിസം ചെയ്യുന്നെങ്കിൽ, അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഇസ്മിന്റെ പണി ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോകരുത്, അവിടെ എടുക്കരുത്, അവനോടൊന്നും ചോദിക്കരുത്, അവന്റെ സമീപത്ത് പോകരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ബാധ്യതയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്. ഈ രൂപത്തിൽ സർവ്വപിശാചിന്റെ പണി ഒരിടത്ത് എടുക്കുക. എന്നിട്ട് ഇപ്പുറത്ത് എന്താ പണി? ഇപ്പുറത്ത് പ്രവാചകന്റെ ഹദീസുകളെ വിശദീകരിക്കുക. എന്താ ഹദീസ് എന്നല്ലേ? നോക്ക്, ഇത് ബുഖാരി സലാം സുല്ലമി എഴുതിയ പരിഭാഷ. ഇത് പ്രത്യേകം എടുത്തു പറയാൻ ഒരു കാരണം എന്താന്നല്ലേ? ഇവിടെ ചില ആളുകൾ ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ മടവൂരികൾ ഇപ്പോ പിശാചില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്, ജിന്നില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആ മടവൂരികളുടെ പരാതി. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. എന്താന്നല്ലേ? സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷ. ഇതിൽ മലമൂത്ര വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ എന്ത് ചൊല്ലണം? അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോ അല്ലാഹുവേ, എല്ലാതരം ആൺ പെൺ മലിന വസ്തുക്കളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം പ്രാപിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആൺ പെൺ മലിന വസ്തുക്കൾ, ആ ആൺ പെൺ മലിന വസ്തുക്കളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം പ്രാപിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ അർത്ഥം കൊടുത്തപ്പോ ഒരു പ്രശ്നം വന്നു. എന്ത് യുക്തിവാദമാണല്ലോ മൊത്തം. എടാ, ഈ ആൺ പെൺ മലിന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ മലിന വസ്തുക്കളിൽ എങ്ങനെ ഈ ലിംഗം തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ ഇതിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ വണ്ടി ഈ മലിന വസ്തുക്കളായിട്ട് പോവാന്ന് വിചാരിക്കുക. അപ്പം അവിടെ ലത്തി ഹുസൈനെ വിളിച്ചിട്ട് പറയണം, ഇതൊന്ന് തിരിച്ചെണ്ണം. എന്ത്? ജെന്റ്സ് ലേഡീസ് വേറെ വേറെ. ഹേയ്, ആൺ പെൺ മലിന വസ്തുക്കൾ. അപ്പൊ ലിംഗനിർണ്ണയം നടത്തണമല്ലോ, മലിന വസ്തു ലിംഗനിർണ്ണയം നടത്താൻ പറ്റും. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ എങ്ങനെ ഇതിനെ യുക്തി വ്യാഖ്യാനിക്കും? ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ സലാം സുല്ലമി അതിനെ കവർ ചെയ്യാൻ ശ്രമിച്ചു. കാരണം സലാം സുല്ലമി നേരത്തെ ഈ ചോദ്യം പ്രതീക്ഷിച്ചു. എന്ത്? ആൺ പെൺ മലിന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ മലിന വസ്തുക്കളിൽ ലിംഗനിർണ്ണയം നടത്താൻ സാധിക്കുമെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഗോഡൌണിൽ ചെന്നിട്ടോ അതെ ആണിന് വേറെ ഇടി പെണ്ണിനെ വേറെ ഇടി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലേ, പ്രയാസാവൂലേ എന്ന് ചിന്തിച്ചപ്പോ അദ്ദേഹം ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. എന്ത്? ആൺ എന്നുള്ളത് മൊത്തത്തില്, പുരുഷലിംഗം മൊത്തത്തില്. പക്ഷെ പെണ്ണിനൊരു ഉദാഹരണം വേണല്ലോ. അപ്പൊ നോക്ക്, പെൺവർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് മിക്ക രോഗങ്ങളും പകർത്തുന്നത്. ഹലോ, അപ്പോ കൊതുകാണ് മിക്ക രോഗം പകർത്തുന്നത്. അപ്പൊ പെണ്ണിനെ കിട്ടി. പെണ്ണാരാ? പെൺകൊതുക്. മലമൂത്ര വിസർജന സ്ഥലത്ത് ഇത്തരം ജീവികളും മലിന വസ്തുക്കളും ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടും ഇപ്രകാരം അല്ലാഹുവിനോട് രക്ഷ തേടുക. അപ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാന ഉദ്ദേശം പെൺകൊതുകാണ്. അപ്പൊ മോർട്ടീന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. ആര് പറയുന്നത്? സലാം സുല്ലമി. ഇത് ഉണ്ടെങ്കിൽ പിന്നെ മോർട്ടീന്റെ ആവശ്യമില്ല, കൊതുക് തിരി എത്തിക്കണ്ട, എല്ലോ കൊതുക് ഇങ്ങനെ പാഞ്ഞു. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ കൊതുക് കുത്തൂല. അങ്ങനെയാണല്ലോ. അള്ളാഹിനെ കുറിച്ച് ഉള്ള ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ ശൈത്താൻ അങ്ങ് മാറിപ്പോകണം, പിന്നെ ശൈത്താൻ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് സലാം സുല്ലമിയുടെ വാദം. ആ ശൈത്താൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പെൺകൊതുകാൻ. അപ്പൊ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്, അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുണ്ടായി, പിന്നെന്താ എടുക്കാൻ പാടില്ല, കൊതുക് കുത്താൻ പാടില്ല.